എല്ലാവർക്കും നമസ്കാരം. ഇത് കേരളത്തിൽ അപൂർവമായി അത്യപൂർവമായി നടക്കുന്ന ഒരു സെഷനാണ് എന്നാണ് എന്നോട് ഈ ബോബനും ബോബനും ഒക്കെ പറഞ്ഞത്. ഞാൻ ഇന്നലെ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് ഈ സെഷൻ്റെ കാർഡ് എൻ്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുത്തപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞു ബോബനും മോളിയും വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, എൻ്റെ സുഹൃത്ത് ചോദിച്ചു, എടാ ഇത് ഒറിജിനൽ ബോബനും മോളിയാണോ വരുന്നത്? ഈ ഒരു സംശയം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ്. ഈ പ്രത്യേകിച്ച് ബോബൻ ചേട്ടനും ബോബനും മോളിയും കൂടെ ഇരിക്കുമ്പോഴത്തേക്കും ഇതിലേതാണ് ശരിക്കും ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളവർ. യഥാർത്ഥത്തിൽ ടോം സാറിന് രണ്ടും ഒറിജിനൽ ആയിരുന്നു. ബോബൻ ചേട്ടന് അറ്റത്തിരിക്കുന്ന ആള് ടോം ചേട്ടൻ്റെ മകനാണ് ബോബൻ്റെ കൂടെ ബോബൻ്റെ പെങ്ങള്, ആ പെങ്ങളുടെ പേര് മോളി എന്നാണ്. നമ്മൾ ക്ഷണിച്ചു തന്നു, ചില പ്രത്യേക സാഹചര്യത്തിൽ വരാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾ കണ്ടതുപോലെ KC അലക്സ് എന്നാണ് പേരെങ്കിലും നമ്മുടെ സ്വന്തം ബോബനാണ്, ഇത് മോളിയുമാണ്. ഇവരോടൊപ്പം മോളി ചേച്ചിയുടെ ഹസ്ബൻഡ് അഗസ്റ്റിൻ ചേട്ടൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബോബൻ ചേട്ടൻ്റെ ഭാര്യ ലാലിയും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു നല്ല കൈയടി കൊടുത്താൽ നമുക്ക് തുടങ്ങാം. ഞാൻ യഥാർത്ഥത്തിൽ ഫലിതം വായിക്കരുതെന്നാണ് നിയമം. പക്ഷെ ടോംസിൻ്റെ ഫലിതം നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റില്ല. അതിൻ്റെ ഓരോ വാക്കും വാചകവും നമുക്ക് കേട്ട് തന്നെ അത് കൃത്യം ടോംസൺ സാർ എഴുതിയതുപോലെ തന്നെ കേൾക്കണം. അപ്പം ഞാൻ അത് നമ്മുടെ ഈ സാഹിത്യോത്സവമൊക്കെ ആയിട്ട് ചിന്തോത്സവമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു ബോബനും മോളിയിലെ ഒരു കഥ ഞാൻ പറഞ്ഞതുകൊണ്ട് തുടങ്ങാം, വായിച്ചുകൊണ്ട് തുടങ്ങാം എന്ന് പറയുന്നതായിരിക്കും ശരി. ഒരു വായനശാല ഉണ്ടായിരുന്നു. അപ്പോൾ വായനശാലയിൽ അവര് MT വാസുദേവൻ നായരുടെ 4 കെട്ട് എന്ന നോവലിൻ്റെ 50ാം വാർഷികം ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു വാർഷികം ആഘോഷിക്കണമെങ്കിൽ ആര് വേണം? മന്ത്രി വേണം. അപ്പം മന്ത്രിയെ ചെന്ന് ക്ഷണിച്ചു. അപ്പം ഈ മന്ത്രി ഉണ്ടായത് വളരെ രസകരമായ കാര്യമാണ്. ഈ ബോബനും മോളിയിൽ മന്ത്രി എന്ന കഥാപാത്രം ഉണ്ടാകുന്നത് ടോംസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടോംസ് എന്ന് പറയുമ്പോഴത്തേക്കും ബഹുമാനക്കുറവോ ഒന്നും തോന്നരുത്, നമ്മൾ പറഞ്ഞ് ശീലിച്ചുകൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതായത് എവിടെ നിന്ന് തുടങ്ങിയെന്നറിയാം? R ശങ്കറിൻ്റെ മുടി, പട്ടം താണുപിള്ളയുടെ മൂക്ക്, K കരുണാകരൻ്റെ ചെവി, ഇങ്ങനെ കുറെ ആളുകളെ സൃഷ്ടിച്ചെടുത്തപ്പോൾ എൻ്റെ രാഷ്ട്രീയക്കാരനായി എന്നാ പറയാം. ഈ ടോംസന്റെ കംപ്ലീറ്റ് രാഷ്ട്രീയക്കാരും ഈ പറയുന്ന രാഷ്ട്രീയക്കാരൻ അഴിമതിയുടെ അങ്ങേയറ്റത്തെ ആളുമാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മുടെ മിക്സ് എടുത്തപ്പോൾ ടോം സാറ് പറയുന്നത് ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത് എന്നാണ്. അപ്പൊ മന്ത്രി സമ്മതിച്ചു, ഞാൻ വരാം, 4 കെട്ട് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരാം, 50ാം വാർഷികം. അപ്പൊ മന്ത്രിയെ ചെന്ന് വിളിച്ച് സമ്മതിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രി ഓഫീസിലെ POയോട് ചോദിച്ചു, ആരാടോ ഈ MD? അപ്പോ അദ്ദേഹം പറഞ്ഞു, അയ്യോ നമ്മുടെ MD അവധിയില, ഭാര്യയുടെ പ്രസവത്തിന് പോയിരിക്കുക. അപ്പോ ആ വാതിക്കയിരുന്ന ശിപായി പറയാണ്, അയ്യേ അത് MD അല്ല, അത് MT വാസുദേവൻ നായരാ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ PAയ്ക്കും വിവരമില്ല, മന്ത്രിക്കും വിവരമില്ല, പക്ഷെ ശിപായിക്ക് നല്ല വിവരമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പോവുകയാണ്, മന്ത്രി അവിടെ പോയി പ്രസംഗിക്കുകയാണ്. സാമ്പത്തിക ശേഷിയുള്ള നായന്മാർക്ക് പണ്ട് 2ഉം 3ഉം കെട്ടുമായിരുന്നു. എന്നാൽ വാസുദേവൻ നായർ 4 കെട്ടി എന്നറിയുന്നത് ആദ്യമാണ്. 1 കെട്ടിയവൻ തന്നെ കെട്ടിത്തൂങ്ങുന്ന ഇക്കാലത്താണ് ഒരുത്തൻ പോയി 4 കെട്ടിയത്. അനുഭവിക്കട്ടെ. 4 കെട്ടിലും കൂടി ഇയാൾക്ക് എത്ര കുട്ടികളുണ്ടെന്നുള്ള കാര്യം സ്വാഗത പ്രസംഗൻ പറഞ്ഞില്ല. അപ്പോഴത്തേക്ക് അധ്യക്ഷൻ എഴുന്നേറ്റ് പറഞ്ഞു, ഇത് 4 കെട്ടെന്ന് പറയുന്നത് നോവലാ. അപ്പം മന്ത്രി, നോവും 4 പ്രസവിച്ചാൽ നോവും നോവുന്നാണ്, ഉറപ്പായിട്ട് നോവണം എന്നുള്ള ലൈനിലാണ് പുള്ളി. അപ്പൊ വീണ്ടും അയാൾ പറഞ്ഞു, അല്ല ഇത് 4 കെട്ട് പുസ്തകമാണ് സാർ. അതെ, 4 പുസ്തകങ്ങളൂടെ കൂട്ടിക്കിട്ടിയ എന്തൊരു കരുത്തായിരിക്കും, ഉടനെ മന്ത്രിയുടെ മറുപടിയാണ്. പക്ഷെ ഇതിന്റെ ക്ലൈമാക്സ് അവിടെയാണല്ലോ നമ്മുടെ ടോംസിന്റെ ഏറ്റവും വലിയ രസകരമായ സംഭവം. ക്ലൈമാക്സ് എന്താന്ന് വെച്ചാൽ, പിറ്റേന്ന് ദിവസത്തെ പത്രത്തിൽ ഒരു വാർത്ത വന്നു. അപ്പൊ നമ്മുടെ എല്ലാമായിട്ട് ചേരുന്നതാണിത്. പിറ്റേന്ന് ദിവസത്തെ പത്രത്തിൽ ശക്തവും യുക്തവുമായ പ്രമേയത്തിലൂടെ MTയുടെ പ്രതിഭാവിലാസത്തിന്റെ മാറ്റുരച്ച് കാണിക്കുന്ന ഒരു ഉത്തമ ഗ്രന്ഥമാണ് 4 കെട്ട് എന്ന് മന്ത്രി പറയുകയുണ്ടായി.
ഒരടിക്ക് വീഴ്ത്തുന്ന അല്ലെങ്കിൽ ഒറ്റ വെടിക്ക് വീഴ്ത്തുന്ന എത്ര പക്ഷികളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയേറെ ആന്യതയാണ്. എനിക്കറിയാം, നമ്മളുടെ ഇവിടുത്തെ, ഞാനിപ്പോൾ ഇവരോട് പറഞ്ഞു, ധൈര്യമായിട്ട് എന്തും പറയാവുന്ന ഗ്രൂപ്പാണ്. കാരണം ഇത് വായിക്കാത്ത ഒരാളും നമ്മുടെ സദസ്സിൽ ഉണ്ടാവില്ല. ബോബനും മോളിയും വായിക്കാത്ത. അതാണ് നമ്മുടെ സദസ്സിന്റെ ക്രാഫ്റ്റിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. ഇവിടെ വന്നുപോയ എല്ലാവരോടും സംസാരിക്കുമ്പോൾ പറയുന്നത്, നിങ്ങളുടെ ഓഡിയൻസ് ഗംഭീര കേട്ടോ എന്നാ പറയുന്നത്. അപ്പോ അത്തരത്തിൽ ഓഡിയൻസിനെ അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുന്ന സംഘാടകരും ഉള്ളതുകൊണ്ടാണ് ക്രാഫ്റ്റ് എപ്പോഴും വളരെ ഗംഭീരമായി നടന്നു പോകുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഇപ്പോഴും ആ ശീലക്കാരനാണ്. എത്ര പേര്, ഒരുപക്ഷെ നിങ്ങളുമൊക്കെ ആ ശീലക്കാരിൽ ഉണ്ടാകും. നമ്മൾ പുറകിൽ നിന്ന് വീക്കിലികൾ വായിക്കുന്നവരാണ്. ഞാൻ ഇപ്പോഴും, ഇന്നലെ ആരോ സംസാരിച്ചപ്പോൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് മുന്നിൽ നിന്ന് തുടങ്ങി അവസാനത്തേക്ക് പോകുന്ന പറഞ്ഞത്. ഞാൻ അങ്ങനെയല്ല, ഇപ്പോഴും ഏത് വീക്കിൽ കിട്ടിയാലും ആദ്യം പുറകിൽ നിന്നാണ് നോക്കുക. ഇതെനിക്ക് തോന്നുന്ന ആ ശീലത്തിൽ നിന്നാണ്. അപ്പൊ എൻ്റെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് നമ്മൾ വായിച്ചു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹ്യൂമർ എന്ന് പറയുന്നത് ടോംസ് ആയിരുന്നു, ബോബനും മോളിയാണ്. അതിനുശേഷം നമ്മൾ ആ സമയത്ത് തന്നെ DC കിഴക്കേമുറിയുടെ കറുപ്പും വെളുപ്പും എന്ന് പറയുന്നൊരു കോളം ഉണ്ടായിരുന്നു. അത് മറുമൊഴി എന്നുള്ള രീതിയിൽ ഒരു തർക്കുത്തരത്തിൻ്റെ ഒരു ലൈനായിരുന്നു. പിന്നീട് നമ്മൾ പാച്ചുവും ഗോപാലൻ കാണുന്നു, മന്ത്രിയുടെ കാർട്ടൂണുകൾ കാണുന്നു. ഞാൻ അത്തരം കഥകളിലേക്കൊന്നും അല്ല പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഒരു വായനാശീലത്തെ, മലയാളികളുടെ വായനാശീലത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ഹ്യൂമർ കോളം എന്ന് പറയുന്നത് അത്ര ചെറിയ സംഭവമല്ല. മലയാളി എക്കാലത്തും ആദരിക്കപ്പെടേണ്ട, ഓർമ്മിക്കപ്പെടേണ്ട ഒരാളാണ് ടോംസ് എന്ന് മാത്രം ഞാൻ ആമുഖമായി പറയുന്നു. എവിടെയാണ്, എന്തിനെയാണ് ടോംസ് വിമർശിക്കാത്തത് എന്നുള്ളത് അത്ഭുതമാണ് കേട്ടോ. നമ്മുടെ എന്തിനെയൊക്കെയാണ്? സഭയെങ്കിൽ സഭ, മതമെങ്കിൽ മതം, രാഷ്ട്രീയത്തിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു രസകരമായ സംഭവമുണ്ട്. ഒരിക്കല് ബോബനും മോളിയും കൂടെ ഓടി വന്നിട്ട് പറയാണ്, റോട്ടിലൊരു പെട്ടിയിരിക്കുന്നു. എല്ലാവരും ഞെട്ടി, എല്ലാവരും കൂടെ ഓടി ഈ പെട്ടി കാണാനായിട്ട്. അപ്പൊ പലവിധ സംസാരങ്ങൾ, അതിനകത്ത് നോട്ടായിരിക്കും, അതിനകത്ത് ബോംബായിരിക്കും, ഇത്തരമുള്ള ഒരുപാട് സംശയങ്ങൾ വന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കൽ കാറിൽ ഒരാൾ വന്നു. ആ കാറ് ഗുരുവായൂരിൽ നിന്ന് വരുന്ന മന്ത്രിയുടെ കാറായിരുന്നു. എന്താ ധൈര്യമെന്നറിയോ? ടോംസ് വരച്ച ആ കഥാപാത്രത്തിന് എല്ലാ 1-ാം തീയതിയും ഗുരുവായൂരിൽ പോകുന്ന നമ്മുടെ മുഖ്യമന്ത്രിയുടെ മുഖമായിരുന്നു. എന്നിട്ട് ഈ മന്ത്രിയോട് പറയാണ്, ഇത് ബോംബാണോ കാശാണോ എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ മന്ത്രി പറയുന്നത്, എന്തായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ തുറക്കാം. അപ്പോൾ ഉടനെ ഇവിടെ നിന്നുള്ള കമന്റ് എന്താന്ന് വെച്ചാൽ, പൈസയാണെങ്കിൽ അത് താങ്കൾക്കെടുക്കാം, താങ്കൾക്കത് ഗുണമാണ്. ഇനി ബോംബാണെങ്കിൽ, മറിച്ചാണെങ്കിൽ അത് രാജ്യത്തിന് ഗുണമാണ്. എത്ര ഗംഭീരമായിട്ടാണ് ഇത്. ഇനിയിപ്പോ നമ്മള് ഇവരിലേക്ക് വന്നാൽ, ഞാൻ ചരിത്രത്തിലേക്കൊക്കെ അവർ തന്നെ പറയൂ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. നമുക്കറിയാം, ടോംസ് വരയ്ക്കുന്നത് ആദ്യം ബോബൻമോളി അല്ല, അല്ലേ സാറേ? ബോബൻമോളി അല്ല ആദ്യം വരയ്ക്കുന്നത്. കേരളഭൂഷണം, കേരളധ്വനി, ഇതിലൊക്കെ വരച്ചിട്ടുണ്ട്. ടോംസ് പറയുന്ന ഏറ്റവും രസകരമായ കാര്യം, ആദ്യത്തെ പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ പള്ളി മാഗസിനിലാണ് ആദ്യം വരയ്ക്കുന്നത്. സത്യദീപ് എന്ന് പറയുന്ന ഒരു മാഗസിനിലാണ് ആദ്യം വരയ്ക്കുന്നത്. ഈ സത്യദീപംകാരാണോ അതോ വേറെ ഏതോ പള്ളി മാഗസിനാണോ കൊടുത്തതെന്ന് അറിയില്ല. ആദ്യത്തെ പ്രതിഫലം കാത്ത് ചോദിച്ചപ്പോൾ അടുത്ത ആഴ്ച വരുമോ, മാനേജർ ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പൊതി കൊടുത്തു. അത് ആവേശത്തോടെ, ആദ്യം കിട്ടുന്ന പൈസയല്ലേ, ആവേശത്തോടെ തുറന്നു നോക്കിയപ്പം അതിൻ്റെ അകത്ത് ഒരു കൊന്തയും 4 വെന്തിങ്ങയാണ്. ആദ്യത്തെ പ്രതിഫലമാണ്. അങ്ങനെ വന്ന ഒരാളാണ്, അങ്ങനെ വരച്ച് വന്ന ഒരാളാണ്. അങ്ങനെ വരച്ചിരുന്നപ്പോൾ, വീട്ടിൽ ധാരാളം വരച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം വന്നിട്ട് മോളി ഒരു ചോദ്യം ചോദിച്ചു. അത് മോളി ചേച്ചി പറയും. ഞാനന്ന് എനിക്ക് തോന്നുന്ന ഒരു 1-ലോ 2-ലോ ഒക്കെ പഠിക്കുന്ന കാലമാണ്. അപ്പോൾ ടോംസ് അങ്കിൾ എൻ്റെ കസിനാണ്. അവിടെ പുള്ളി BA ഒക്കെ കഴിഞ്ഞ് വെച്ച് അവിടെ വെറുതെ പടം വരച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പം ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ പടം ഒന്ന് വരച്ച് തരാമോ എന്ന് ചോദിച്ചു. അതിനെന്താന്ന് ചോദിച്ചാൽ അങ്കിൾ എന്നെ മുന്നേ നിർത്തി പടം വരച്ചു. എൻ്റെ അതേ ഒരു ഫിഗറായിരുന്നു അന്നത്തെ കാലത്തെ വരച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ സ്കൂളിൽ കൊണ്ടുപോയി പിള്ളേരെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു. അത് കഴിഞ്ഞപ്പം ബോബൻ പറഞ്ഞു, എൻ്റെയും കൂടെ പടം ഒന്ന് വരച്ച് തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ
ബോബിൻ്റെയും എൻ്റെയും അങ്ങനെ പടം വരച്ച് ഒക്കെ പോയി. പിന്നെ ഭാവിയിൽ ടോംസ് അങ്കിൾ പറഞ്ഞു, നിൻ്റെ ചോദ്യമാണ് എന്നെ ഇത്രയും നിലയിലാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. ബോബൻ ചേട്ടാ, ഇതിന്റെ ഇടയ്ക്ക് ഈ വേലി നൂണ്ട കഥയൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്നാണല്ലോ ഇതൊക്കെ തുടങ്ങുന്നത്, അതൊന്ന് പറയോ? Anyway, before that, thank you very much. Thank you very much, Kraft, for inviting us for this memorable session. And we can't forget Tom's. We can't forget him. See, never given any kind of, let's say, Padma Bhushan and the candidate. But he lives in the heart of the people like us. So what he's asked, and I got a little emotional when I talked about Tom's. Sorry for that. അന്ന് കുട്ടനാടാണ്, ഫുൾ വാട്ടറാണ്, ബോട്ട് മാത്രമേ ഉള്ളൊരു യാത്രക, വള്ളമൊക്കെ ഉള്ളൂ. സോ വി യൂസ് ടു കം, ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അവിടെ ഒരു പള്ളിയുണ്ട്, പള്ളിയുടെ അടുത്തൊരു കുറേ മണലൊക്കെ കൂട്ടിയിട്ടുണ്ട്. ഈസ് യൂഷ്വലി അതിൽ ഇങ്ങനെ കിടക്കും. കുട്ടനാട്ടുകാരുടെ ഒരു സ്വഭാവമാണ് ഈവനിങ് ബ്രീസൊക്കെ അനുസരിച്ച്. അപ്പോഴാണ് ഷീ ആസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു തരാമെന്ന് ചോദിച്ചു. പിന്നെ ഞാനും വിട്ടില്ല, എൻ്റെയും കൂടെ വരയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അത് വരച്ച്. ബട്ട് ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് സ്ട്രഗിൾ ഫോർ ഹിം. ഇങ്ങനെ ഒരു പൊസിഷൻ ഇങ്ങനെ കം ഇൻ ടു ദ ഹാർട്ട്സ് ഓഫ് ദ മലയാളീസ്. അതാരും ഓർക്കുന്നില്ല. ടോംസ് വരെ വരച്ചു, രസം. പക്ഷെ ദ വേ, ആ ഡിറ്റർമിനേഷനാണ്, അതൊരു വലിയ സംഗതിയായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഞങ്ങളത് പാർട്ട് ഓഫ് ദാറ്റ് വൺ. അതിനകത്ത് സോ മെനി സ്റ്റോറീസ് ആർ മോസ്റ്റ് ഓഫ് എന്നല്ല, കുറേയൊക്കെ ആക്ച്വലാണ്. ആ പട്ടി വാസ് ദെയർ. അന്ന് കുട്ടനാട്ടിലിങ്ങനെ പട്ടിക്ക് തൊടലൊന്നുമില്ല. ഇപ്പം കയറാണ്, നമുക്ക് കയറാണ് അവിടെ കിട്ടും. കയറെ കെട്ടിയിട്ട് വലിച്ചുകൊണ്ട് പോവാണ് ദാറ്റ് സെഷൻ, ബിക്കോസ് ദിസ് ഡേൻ കം. അപ്പം പുള്ളി അതൊരു വലിയൊരു കാര്യമായിട്ട് എടുത്ത് ആ പട്ടിയെ ഞങ്ങളുടെ കൂടെ ഇങ്ങനെ കൊണ്ടുനടന്നു. ദാറ്റ് ബിക്കംസ് ഞങ്ങളെ നല്ലൊരു ക്യാരക്ടറായിട്ട് പട്ടി വന്നതായിരിക്കും. അത്രയും ശോഷിച്ച പട്ടിയൊന്നും അല്ലായിരുന്നു കേട്ടോ, വണ്ണമുള്ള പട്ടിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ അന്നൊന്നും വിചാരിക്കുന്നില്ല ദിസ് ഇസ് കമ്മിങ് ടു സച്ച് എ. നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇത് കാണുന്നുണ്ട്. അപ്പം എല്ലാവരും പറയും ഇത് ഇതാണല്ലോ വലിയ സംഗതിയാണെന്ന്. അതൊക്കെ കഴിഞ്ഞ് വളരെ കൊല്ലങ്ങൾക്ക് ശേഷം ഒരു പ്രാവശ്യം ഞങ്ങളെ ഇങ്ങനെ ഇതുപോലെ സെഷന് വിളിച്ചപ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട നമ്മുടെ ഫിലിം സ്റ്റാർ മമ്മൂട്ടി വാസ് ദേ. ദെൻ he told us, this is your two are my main characters. അന്ന് ആദ്യം ഈ വാഴ്ചപ്പത് വരുമ്പം he was running ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇത് തുടങ്ങാനായിട്ട്. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. വി ഓൾസോ എൻജോയ്ഡ് റീഡിങ് ഇറ്റ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ക്രാഫ്റ്റിലെത്തുന്നത്. മോചേട്ടാ, അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ ചോദ്യം കൂടെ. അതായത് നിങ്ങളാണ് ഈ കഥാപാത്രങ്ങളെന്ന് പുറം ലോകം അറിഞ്ഞു തുടങ്ങിയല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളാണ് ഇതിന്റെ കഥാപാത്രം, ഞങ്ങളാണ് ഈ ബോബനും മോളിയും എന്നറിയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു നിങ്ങളുടെ ഒരു ഭാവം എന്തായിരുന്നു? നാട്ടുകാരുടെ കൂട്ടുകാരുടെ ഒക്കെ ഒരു ഭാവം എന്തായിരുന്നു? വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ അറിയായിരുന്നു എന്നേ ഉള്ളൂ. ഒരു വലിയ എന്നാലും എല്ലാരും വിശ്വസിക്കില്ല. ഗമയായിരുന്നോ? അറിയാൻ പാടില്ല. എല്ലാവരും ആദ്യം കോളേജിലൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഞാനായിരുന്നു, ഫ്രണ്ട്സിനോട് മാത്രം പറഞ്ഞു മോളി എന്നും പറഞ്ഞപ്പോൾ ആർക്കും അത്ര വിശ്വാസം വന്നില്ല. ഞാനൊരു ചോദ്യം ചോദിച്ചാൽ സത്യം പറയുമോ? നിങ്ങൾ പൊതുവെ സത്യം പറയുന്നവരാണോ? അതെ അതെ. യഥാർത്ഥത്തിൽ ആരായിരുന്നു യഥാർത്ഥ കുസൃതി നിങ്ങൾ രണ്ടുപേരും? ഈ പരിപാടി മുഴുവൻ ഒപ്പിക്കുന്നത് മോളിയായിരുന്നു. നമുക്കിനി ബോബൻ ചേട്ടനിലേക്ക് കിടക്കാം. ബോബൻ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഇതൊരു 57 മുതലുള്ള ഒരു വലിയ സപരിയായിരുന്നു അല്ലേ? ഇത് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തു വരുന്നത്? കുടുംബത്തിൽ ഇതിന്റെ ഒരു അനുരണനങ്ങൾ എങ്ങനെയായിരുന്നു? മറ്റൊരു തരത്തിൽ ചോദിച്ചാൽ ഈ തമാശ പറയുന്ന ടോംസ് തന്നെ ആയിരുന്നോ അച്ചാച്ചൻ? ഇതിൻ്റെ ഒരു ചരിത്രം എനിക്ക് നിങ്ങളെ ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഇവിടെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ അച്ചാച്ചനുള്ള കാലത്തും ഇതുവരെയും ഇങ്ങനെ ഞങ്ങൾക്കൊന്നും കൂടാൻ പറ്റിയിട്ടില്ല. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 1957 അച്ചാച്ചൻ്റെ ഏപ്രിലാണ് ആദ്യത്തെ കാർട്ടൂൺ വന്നത്.
അത് ഒരു വർഷം മുമ്പായിരിക്കും അച്ഛൻ ഇത് പലയിടത്തും അയച്ചു കൊടുത്ത് തിരസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും 56-ലൊക്കെ ആയിരിക്കും ഇത് തുടങ്ങിയത്. അപ്പോൾ ഇത് പറഞ്ഞു വെച്ചാൽ അന്ന് തുടങ്ങി 59 ആയപ്പോഴാണ് അച്ഛൻ്റെ കല്യാണം നടക്കുന്നത്. 59 ഫെബ്രുവരിയിൽ കല്യാണം നടക്കുമ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി, അന്നത്തെ കാലത്തെ പത്രങ്ങൾ മനോരമയിൽ വീക്കിലിയിലൊക്കെ ഒരു 3/4 പേജിലാണ് എല്ലാവരും അച്ചാച്ചൻ്റെ ബോബനും മോളിയുടെയും ക്രിയേറ്റ് എന്നുള്ള ചില വലിയ ഫേമസ് ആയതുകൊണ്ടാണല്ലോ അന്ന് വാർത്ത കൊടുത്തത്. അതുകൊണ്ട് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു, ബോബനും മോളി വന്ന കുട്ടികൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു പലരും. അത് കരുതുന്നത്. അപ്പം ഞാൻ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേര് പത്രത്തിൽ അടിച്ചു വന്ന വ്യക്തിയാണ്. അതല്ലാതെ ഒരു പത്രത്തിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു പേര് പിന്നെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതിൽ ഇങ്ങനൊരു സംരംഭം ഇവിടെ ഒരു വേദി കിട്ടിയത് അതിന് ശേഷം ഇന്ന് ആദ്യമായിരിക്കും. നമ്മൾ കൂടുതലും തീർച്ചയായിട്ടും ഇവരാണ് കൂടുതലും അറിയപ്പെടുന്ന വ്യക്തികൾ. ഞാൻ നിശബ്ദനായിട്ട് ഇരിക്കത്തേ ഉള്ളൂ. അതിനകത്ത് നമുക്കൊരു റോളില്ല. എന്നുവെച്ചാൽ നമ്മൾ പിന്നെ ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഞാൻ വീട്ടിൽ എങ്ങനെയായിരുന്നു അച്ഛൻ്റെ പ്രകൃതങ്ങൾ? അച്ഛൻ്റെ അത് നിങ്ങളെല്ലാം വിചാരിക്കുന്ന പോലെ അച്ഛൻ പുറത്താണെങ്കിലും വീട്ടിലാണെങ്കിലും ഒരു വലിയൊരു ഭാരം അച്ഛൻ്റെ തലയിലോട്ട് വന്ന പോലെയായിരുന്നു. അതായത് വീക്കിലിയിൽ എല്ലാ ആഴ്ചയിലും നമ്മൾ വെള്ളിയാഴ്ച ദിവസം ഇത് കാർട്ടൂൺ കൊടുക്കണം. അപ്പോൾ ഒരാഴ്ച മുഴുവനും അച്ഛൻ ഇത് എവിടെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുക ഐഡിയ കിട്ടാൻ വേണ്ടി. അപ്പം വീട്ടിലധികം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അത് അവസാനത്തെ ദിവസം അത് അച്ചാച്ചൻ പെൻസിൽ സ്കെച്ചിടും. പിന്നെ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതിൻ്റെ അവസാനത്തെ പോയിന്റ് വരെ വരച്ച് അത് ലാസ്റ്റ് അന്നേരം ഇരിക്കുമ്പോഴത്തേക്ക് പ്രസ്സിൽ നിന്ന് പ്യൂൺ വന്ന് ഇവിടെ വന്ന് പ്രസ്സുകാരവിടെ അടിക്കാനായിട്ട് കാത്തിരിക്കുക. അച്ഛൻ ഇത് കിട്ടിയിട്ട് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ അത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അച്ഛൻ അടുത്ത ആഴ്ചത്തേക്കുള്ളതായി. അപ്പം വളരെയധികം അങ്ങനെ ഒരു പ്രകൃതത്തിലായിരുന്നു, ഒരു ഇതിലായിരുന്നു. എന്നാലും അച്ഛൻ്റെ കുടുംബകാര്യങ്ങളൊക്കെ അത്യാവശ്യം എല്ലാവരും ശ്രദ്ധിച്ചിരുന്നു. ഞാനിപ്പം മറ്റൊരു കാര്യം എന്നത്തെ ആലോചിക്കുന്നത്, അതായത് ഈ നമ്മൾ പരിശ്രമം നോക്കിയിട്ടുണ്ട്. 18-ാം നൂറ്റാണ്ടിലാണ് കേരളം, നമ്മുടെ മാവേലി അറിയാം. മാവേലി എന്ന് പറയുന്നത് നമ്മൾ നീതി ന്യായം ധർമ്മത്തിൻ്റെ ഒരു അതിയാണ്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മൊത്തം കുസൃതികളുടെ ഒരു ആദ്യ മുഖമാണ് നമ്മൾക്കിപ്പം ഇവിടെ കാണുന്നത്. നമ്മൾ ഈ 2 പേരിലൂടെയാണിത് ആർക്കിടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവരെ അതിലോട്ട് അങ്ങോട്ട് ഒരു ഐതിഹ്യം പോലെ ഇതിലോട്ട് വന്നിരിക്കുക. ഇവരുടെ വില എന്തുമാത്രം വലുതാണെന്ന് നമ്മളിപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്. അതുപോലത്തെ ഒരു സംരംഭമാണ് ഇപ്പം അച്ഛൻ നടത്തിയത്. ഒരു ക്രിയേറ്റീവ് ജീനിയസ് എന്നുള്ളത് എത്ര മകന നിലയിലല്ല, അല്ലാതെ തന്നെ അച്ഛനെ പറ്റി അതെനിക്ക് വലിയ നല്ലൊരു ബോധ്യമുണ്ട്. ഇത് ഈ മോഹൻ സാർ പറഞ്ഞത് വളരെ വളരെ കൃത്യമായൊരു കാര്യമാണ്. ഈ ഒരാഴ്ചക്കുള്ളിൽ ഇതൊന്നും ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞത് ഒരു തരത്തിൽ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. എന്തോ ഒരു ഒബ്സർവേഷൻ ആയിരിക്കും അല്ലേ? അതിഭയങ്കരമായ. ഇപ്പൊ ടോം സാർ ഒരിക്കൽ പറഞ്ഞു, 2 തരം കള്ളന്മാരാണ് നാട്ടിലുള്ളത്. ഒന്ന് കട്ടിട്ട് ജയിലിൽ പോകുന്നവരും, മറ്റൊന്ന് ജയിലിൽ പോയിട്ട് കക്കുന്നവരും. നമ്മുടെ രാഷ്ട്രീയക്കാരെ ഉദ്ദേശമാണ് ഇത് പറയുന്നത്. അപ്പൊ ഏത് ഘട്ടം വന്നാലും എന്തിനെക്കുറിച്ച് പറയുമ്പോഴും ഇത്തരത്തിലുള്ളൊരു ഒബ്സർവേഷൻ. ഈ വീട് എന്നുള്ളത് നമ്മുടെ ഇവരുടെ ഒരു കുടുംബമായിരുന്നല്ലോ, ഒരു വക്കീലിന്റെ മക്കളായിട്ട്. അത് നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഫലിതങ്ങൾ അച്ചാച്ചൻ ഉപയോഗിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങളൊന്നും വലിയ കുസൃതികളല്ല. ഞങ്ങൾ ഇവരെ കണ്ടുകൊണ്ട് വരച്ചുകൊണ്ട് ഇവർ കുസൃതികൾ അടുതാരും. ഇവരുടെ ജീവിതം മുഴുവനും ഇവരുടെ ജീവിതം മുഴുവൻ കുസൃതികളായിട്ടാണ് ഞാൻ കാണുന്നത്. അങ്ങനത്തെ ഒരു പ്രകൃതം അവർക്കുണ്ട്. പക്ഷെ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ബാധ്യതയാണ്. ഈ ബോബനും മോളിൽ നിന്ന് പരിചയപ്പെടുത്തുമ്പോഴത്തേക്ക് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഇല്ലാതെ പോവുക. ഞാൻ ഈ ഒരു തമാശക്കാരനാണെന്നും അവരുടെ മുഖം ഇത് കേൾക്കുമ്പോൾ എത്ര വലിയ ആൾക്കാരാണെങ്കിലും ചില സെലിബ്രിറ്റീസ് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുമ്പോൾ ബോബനുമളിയില്ല ബോബന, ഇവരെ പറയുമ്പോഴും ഞാനാണെന്നുള്ളത് തിരിവ് അങ്ങനെയൊന്നും ഇല്ല. അപ്പോഴത്തേക്കും അവരുടെ ജീവിതത്തിലൊക്കെ ഇവരെ കണ്ടുകൊണ്ടാണ് വളർന്നത്. ഇത് വായിച്ചിട്ടാണ് അവർ ആക്ടിങ് തുടങ്ങുന്നത് തന്നെ, ആക്ടിങ് പഠിക്കുന്നത് തന്നെ അവരുടെ ഇതാണ്. അത് തന്നെ മമ്മൂട്ടി അതിൻ്റെ ജീവിതത്തിലുള്ള പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം എന്നെ ഇത് ബോബൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ വലിയൊരു കുസൃതിത്തരമാണെന്നാണ് വിചാരിക്കുന്നത്. നമ്മളങ്ങനെ ഒരു ആളെ അല്ല. നമ്മളെ അങ്ങനെ ഇതിനകത്ത് നമ്മളതിൻ്റെ എന്തോ ഒരു ബാധ്യതയായിട്ട് ഇത് ഇവരങ്ങ് വളരെ വലിയ ഫേമസ് ആയി പോവുകയും ബോബൻ ചേട്ടൻ അങ്ങനെ അറിയപ്പെടാതെ പോവുകയും ചെയ്തപ്പോൾ കുശുമ്പ് വന്നിട്ടുണ്ടോ? അങ്ങനെയില്ല, അങ്ങനെ കുശുമ്പ് വരേണ്ട കാര്യമില്ല. എന്നാലും വീട്ടിൽ ഞാനാണെങ്കിൽ ഇവരുമായിട്ട് വളരെ ക്ലോസ് ആയിരുന്നു. അതുപോലെ എനിക്ക് അച്ചാച്ചന് വേറൊരു കാര്യമുണ്ട്. അച്ചാച്ചന് അധികം ഞാൻ പറഞ്ഞ വീട്ടിലൊക്കെ അങ്ങനെ അധികം പേരുമായിട്ട് അടുക്കത്തുമില്ല, അധികം പേരുമായിട്ട് സംസാരിക്കത്തുമില്ല.
പക്ഷേ ഈ ബോബനും മോളിയും കാണുമ്പോഴത്തേക്ക് അച്ചാച്ചൻ്റെ മാനസപുത്രന്മാരെന്നുള്ളത് ഫീൽ ചെയ്യുന്ന സംഗതിയാണ്. ഇവരങ്ങോട്ട് കണ്ടുമുട്ടുമ്പോഴത്തേക്ക് പൊട്ടിച്ചിരിയാണ്. അച്ഛൻ്റെ ജീവിതത്തിൽ ചിലപ്പം ഇവരെ കണ്ടുകൊണ്ടായിരിക്കും അച്ഛൻ്റെ ഒരു പ്രൊഫഷണൽ തന്നെ ഇത്രയും വളരാനായിട്ടൊരു കാര്യമായിരുന്നത്. അപ്പം അങ്ങനെ അവർ മണിക്കൂറോളം സംസാരിച്ചിരിക്കും. പക്ഷേ അത് കുശുമ്പ് വീട്ടിലുള്ളവർക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. ബോബനേട്ടാ, ഈ എങ്ങനെയാണ് ഈ അലക്സ് ബോബനായി മാറിയത്? ടോംസിൻ്റെ അമ്മ എന്നെ പണ്ട് മുതലേ ബോബൻ എന്നെ വിളിക്കുള്ളായിരുന്നു. ഓ, അങ്ങനെയാണോ? ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് വിളിച്ചത്. അതുകൊണ്ടാണത് ബോബൻ അങ്ങായി വന്നത്. ഈ കുസൃതികൾ ഒരുപാട് കാണിച്ചിട്ടുണ്ടല്ലോ. കുറച്ചൊക്കെ നാച്ചുറലി. അല്ല, ഞാൻ പറയാം, ചില കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. ടോംസിൻ്റെ അപ്പച്ചൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പം ഇപ്പോഴത്തെ കാലം പോലെ അല്ലല്ലോ. പണ്ട് ഇപ്പം സ്കൂൾ ബസ് ഗേറ്റിങ്ക വരും, പിള്ളേരുമായിട്ട് പോകും. പണ്ട് അങ്ങനെയല്ല. ഞങ്ങൾ സ്കൂളിൽ പോകുന്ന കുറേ ദൂരെയാണ്, ഞങ്ങളുടെ കൂടെ കുറേ ഫ്രണ്ട്സും കാണും. അപ്പോൾ ഇവരുടെ വീട് കുറേ വേലി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കടന്നു പോണേ ഒരുപാട് ദൂരമുണ്ട്. അപ്പം ഞങ്ങൾ ആ വേലി പൊളിച്ച് കടക്കും. ടോംസിൻ്റെ അപ്പച്ചൻ ഭയങ്കര ദേഷ്യമാണ്. എത്ര വയസ്സുണ്ടാവും ആ സമയത്ത്? അപ്പോൾ 2, 3, 4 വയസ്സൊക്കെ ഉണ്ട്. അന്നേ വേലി വിളിച്ചു തുടങ്ങി. അത് കഴിഞ്ഞൊരു തെങ്ങ് താന്നിങ്ങനെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ പുള്ളി ഉടനെ വേലി കെട്ടും, ഭയങ്കര ദേഷ്യമാണ്. ഞങ്ങൾ പിന്നെ ആ ചരിഞ്ഞ് കിടന്ന് തെങ്ങേ കൂടെ പോകാൻ തുടങ്ങി. അതൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര വഴക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ ജോജോയും ബോബനും മോശമില്ല. ബോബൻ ആ മീൻ്റേത് കറക്റ്റാണ്. ഞങ്ങളുടെ ജോലിക്കാർ പണ്ട് കടവുണ്ട്, കടവിലൊരു മീൻ ഇങ്ങനെ തേച്ചുകൊണ്ടിരുന്നപ്പം പുറകിൽ നിന്ന് അവരൊരു ഉന്തി അവർ മീനുമായിട്ട് പൊങ്ങി. അന്ന് കിട്ടിയ അടി പോലെ പപ്പാടയിൽ നിന്ന് ബോബന് കിട്ടിയിട്ടില്ല. അതുപോലെ കിട്ടി. ഈ നിങ്ങളുടെ അത് കഴിഞ്ഞിട്ട് എപ്പോഴും ആളുകളുടെ അന്ന് വായനക്കാരുടെ എല്ലാം ഒരു വലിയ സംശയമായിരുന്നു, ഈ കുട്ടികളെന്താ വളരാത്തത്, ബോബനും മോളിയും ഇങ്ങനെ കൊച്ചു പിള്ളേരായിട്ട് മാത്രം നിൽക്കും. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞങ്ങളെ ഒന്ന് വളർത്തണ്ടേ അച്ചാച്ചാ? അന്നേരം കുസൃതി പോയില്ലേ? കുസൃതി പോയി ആഗ്രഹിച്ചില്ല ബോബൻ ചേട്ടനോ? അതുപോലെ തന്നെ ഞാനും വിചാരിച്ചു. ഈ മറ്റു കുറെ കഥാപാത്രങ്ങൾ ഇടയ്ക്ക് ഒന്ന് കേറുന്നുണ്ടല്ലോ, ഈ അപ്പി ഹിപ്പി. അല്ല, അങ്ങനെ ഒരാളുണ്ടായിരുന്നു. അപ്പി അന്ന് കോട്ടയത്ത് ട്യൂട്ടോറിയൽ നടത്തുമായിരുന്നു. അന്നാണ് വലിയ ബെൽ ബോട്ടം പാൻസ് ഒക്കെ ഇട്ട് ടോംസിന് പ്രത്യേകത തോന്നി, അതൊരു ക്യാരക്ടറായിട്ട് എടുത്തു. പിന്നെ ഒരു ചേടത്തി ഉണ്ടല്ലോ, ഞങ്ങൾ ചേടത്തി ഉണ്ടായിരുന്നു. ആ ചേടത്തി ഞങ്ങളുടെ വീടിനടുത്താണ് താമസിച്ചത്. നമ്മളൊക്കെ മഴയാണെങ്കിൽ സ്കൂളിൽ പോകാൻ മടിക്കും. അപ്പം എൻ്റെ അമ്മ അവരെ ഒന്നൊറ്റ വിളിച്ചാൽ മതി, നമ്മൾ സ്കൂളിലേക്ക് റോക്കറ്റ് പോലെ പോകുമായിരുന്നു. അതൊക്കെ പുള്ളി ഡെവലപ്പ് ചെയ്ത് നല്ലപോലെ കൊണ്ടുവന്ന് അവർക്ക് നല്ലൊരു ക്യാരക്ടർ ഇതൊക്കെ കൊടുത്ത്. അതാണ് ഒരു പ്രയോഗം തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ബോബൻ മോളി, വായിച്ച എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഈ അമ്മേനെ ടോംസ് എപ്പോഴും പറഞ്ഞിരുന്നത്, ഈ ഭർത്താവ് എപ്പോഴും പറയുന്നത്, ചേട്ടൻ എപ്പോഴും പറയുന്നത് അവരാ മാപ്പിളയെന്നാ. എന്നുവെച്ചാൽ ശരിക്കും സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ അവരായിരുന്നു മാപ്പിള യഥാർത്ഥത്തിൽ വീട്ടിലെ എന്നുള്ള അർത്ഥത്തിലാണ്. ഞാൻ അതൊക്കെ എന്തൊരു ആലോചനകളാണ് നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുന്നത്. ഓരോ സന്ദർഭങ്ങളിലും നമ്മളുടെ ഈ ടോംസിനെ നമ്മൾ വായിച്ചു പോകുന്ന സമയത്തൊക്കെ പിന്നെ പള്ളി ഈ മെത്രാങ്കക്ഷി ബാവാക്കക്ഷി അടി നടക്കുമ്പോഴൊക്കെ ഇത്ര ശക്തമായിട്ട് യഥാർത്ഥത്തിൽ യേശു ഇതല്ല എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ദിവസം ഈ കക്ഷികളിൽ ഒരു കക്ഷിയുടെ പള്ളിയിൽ കുർബാന ചെല്ലാൻ പോവുകയാണ്. അച്ഛൻ വന്ന് കുർബാന തുടങ്ങുകയാണ്. അതിനുമുമ്പ് ഒരു അനൗൺസ്മെന്റ്, ഞാൻ കുർബാന അർപ്പിക്കാൻ പോവുകയാണ്, ആയുധങ്ങൾ കൈവശമുള്ളവർ പുറത്തെടുത്തോളൂ. എന്തൊരു ഷാർപ്പാണെന്ന്. ഇപ്പോഴത്തെ കാലത്ത് പോലും ഇത്രയും നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ വികസിച്ചെങ്കിലും അത്തരത്തിൽ മുഖം നോക്കാതെ രാഷ്ട്രീയത്തെയും മതത്തെയും സമുദായത്തെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു കാർട്ടൂണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു തമാശയോ രംഗപ്രവേശനം ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ബോബൻചേട്ടാ, എങ്ങനെയാണ് ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ രാഷ്ട്രീയക്കാരനായിരുന്നു? എന്തായിരുന്നു അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം? രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അച്ചാച്ചൻ്റെ അപ്പന് വളരെ അറിഞ്ഞ നല്ലൊരു രാഷ്ട്രീയക്കാരനായിരുന്നു. അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പന് ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മെഡലെല്ലാം സമരപത്രമെല്ലാം കിട്ടിയ ആളാണ്. അപ്പന് എന്തോ കാരണവശാൽ പല പ്രാവശ്യം ജയിലിൽ പോയിട്ടുണ്ട്. അന്ന് പുളിങ്കുന്ന് ജയിലിൽ അപ്പൻ അവിടെ കിടക്കുമ്പം പുളിങ്കുന്ന് കിടന്നിട്ട് എത്ര ദിവസം കഴിഞ്ഞപ്പോൾ അച്ഛപ്പനെ എല്ലാവരും വെറുതെ വിട്ടു.
ഇറങ്ങി പോകാൻ പുറകെ പോയി. എല്ലാവരും അന്ന് തന്നെ പെട്ടെന്ന് ചാടി വീട്ടിലോട്ട് പോയി. അപ്പൻ പോയില്ല. അപ്പം പറഞ്ഞു എൻ്റെ തൊപ്പി കിട്ടാതെ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞു. അത്രയ്ക്കും അതുപോലെ രാഷ്ട്രത്തിന് വേണ്ടിയും നല്ലൊരു സമരസേനാനിയായിരുന്നു. അപ്പോൾ അത് അച്ചാച്ചൻ അങ്ങനെ ഒരു രാഷ്ട്രീയം ഇല്ലല്ലോ. കാർട്ടൂണ് രാഷ്ട്രീയം പറ്റത്തില്ല. അതായത് അങ്ങനെ ഒരു പക്ഷഭേദം പിടിക്കുന്ന ഒരു അച്ഛൻ അങ്ങനെ പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. അച്ഛന് എല്ലാവരെയും ഒരുപോലെ ആയിട്ട് ഒരു അകലം കീപ്പ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. രാഷ്ട്രീയക്കാർ പലപ്പോഴും അച്ചാച്ചനെ കൂടെ സംസാരിക്കാനും ഒക്കെ വല്ല താല്പര്യം കാണിച്ചെങ്കിൽ പോലും അച്ചാച്ചൻ്റെ പ്രകൃതം അനുസരിച്ച് അവരുമായിട്ടൊന്നും അച്ഛൻ അങ്ങനെ അധികം മിങ്കിൾ ചെയ്യാറില്ലായിരുന്നു. ഈ കാർട്ടൂണുകളിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം പറയുമായിരുന്നു ഇല്ലേ? അതെ, എല്ലാവരെയും കൃത്യമായി പറയുമായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഇത്ര ഷാർപ്പായിട്ട് പറയുന്ന ഒരാളായിരുന്നു. അതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. വെറുതെ ഒരു ജോക്കടിച്ചു പോകുന്ന ആളല്ല, കൃത്യമായി ഒബ്സർവ് ചെയ്ത്. ഇപ്പം ഞാൻ ഒരു കാർട്ടൂൺ ഓർമ്മ വരുന്നുണ്ട് എനിക്ക്. ഈ എല്ലാ വണ്ടികളും പോലീസുകാർ ചെക്ക് ചെയ്യാണ് വഴിയിൽ നിന്ന്. അപ്പം എല്ലാ വണ്ടികളും പുക പരത്തിക്കൊണ്ടാണ് വരുന്നത്. എല്ലാവരെയും പിടിച്ച് ഫൈൻ അടിക്കുക. പ്രൈവറ്റ് വണ്ടികളെല്ലാം പുക വരുത്തുന്ന എല്ലാത്തിനും പിടിച്ച് അടിക്കുക. ഉടനെ പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുക മാത്രം കാണുന്നുണ്ട്. അത് ട്രാൻസ്പോർട്ട് ബസ്സാണ്. മനസ്സിലായി? അത്തരത്തിലാണ്. അങ്ങനെ വരെ ആലോചിച്ച് എന്താണെന്നറിയോ, എത്രയേറെ രാഷ്ട്രീയക്കാർ, എത്ര മന്ത്രിമാരൊക്കെ മാറ്റങ്ങൾ അല്ലെ അവരുടെ വകുപ്പിൽ അല്ലെങ്കിൽ അവരുടെ നിത്യജീവിതത്തിലൊക്കെ ടോംസിന്റെ വരകൾ കണ്ടിട്ട് മാറ്റിയതുണ്ട്. ടോംസ് ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യം, എൻ്റെ ബോബനും മോളി എന്ന് പറയുന്ന ആത്മകഥ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് വായിക്കേണ്ട പുസ്തകം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അതിൻ്റെ അകത്ത് പറയുന്നത് 2 കാർട്ടൂണേ നിരസിച്ചിട്ടുള്ളൂ. 2 കാർട്ടൂണേ നിരസിച്ചിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. ഒന്ന് റോട്ടറി ക്ലബിനെ കുറിച്ച് വരച്ചതായിരുന്നു. മനോരമ നിരസിച്ച കാർട്ടൂണെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. രണ്ടാമത്തത് പിന്നെ ഈ ഏതായിരുന്നു, ഗവർണറെ കുറിച്ച് വരച്ചാണോ? അല്ല, ഗവർണറുമായിട്ട് ബന്ധപ്പെട്ടാണോ? അതോ ഗവർണറല്ല. ഒന്നാമത്തത് റോട്ടറി ക്ലബും, രണ്ടാമത്തത് ഈ 2 കാര്യങ്ങളാണ്. രാഷ്ട്രീയമല്ല, അല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ അത് സഭയെക്കുറിച്ചാണ് വരച്ചത്. സഭയെക്കുറിച്ച് വരച്ചു കഴിഞ്ഞിട്ട് അതാണ് അന്നത്തെ ഒരു വേറൊരു രീതി എന്ന് പറയുന്നത്. അന്നത്തെ പത്രാധിപര് വാങ്ങിവെച്ചു, കെ മാത്യു വാങ്ങി വെച്ചിട്ട് പറഞ്ഞ്, ഇത് എനിക്ക് സഭാപിതാക്കന്മാരെ ഒന്ന് കാണിച്ചാൽ മതി, ടോംസ് ഇതിൽ കൊടുക്കണ്ട. കാരണം വെച്ചാൽ മനോരമയുടെ വായനക്കാർ സ്വാഭാവികമായിട്ടും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ്. അത് പത്രത്തെ ബാധിക്കും. അത് പത്രം കച്ചവടം നടത്തുന്നവർക്കേ അറിയുള്ളൂ. അപ്പോൾ അതല്ലാതെ ഒരു തടസ്സവും ഇന്നുവരെ ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത്രയേറെ അത് എല്ലായിടത്തും ഉണ്ടാവും. ഏത് സ്ഥലത്തും അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ടോംസ് അത് വരയ്ക്കും. പിന്നെ ടോംസിന്റെ ജോലിയല്ലല്ലോ, അത് കൊടുക്കേണ്ടത് പത്രാധിപരുടെ ധൈര്യമാണ്. ടോംസിന്റെ കാര്യമല്ല. അത് വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവരുടെ അധികാരത്തിൽപ്പെട്ടതാണ്. അത് അവർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഏത് രീതിയിലായാലും ആരെയും വിമർശിക്കുന്നതിന് ഒരു മടിയും കാണിച്ചില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ഈ ബോബനും മോളിയും നിങ്ങൾ ഇപ്പൊ 3 ബുക്ക് ഇറങ്ങിയിരിക്കുന്നത്, 3 എണ്ണം കമ്പയർഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിങ്ങനെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്കാലത്ത് ചിരിച്ചതുപോലെ ഇക്കാലത്തും ചിരിക്കാം. അതേ രാഷ്ട്രീയമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യത്യാസവും ഇല്ലാതെ നമ്മുടെ നാട്ടിൽ അതേ രാഷ്ട്രീയം നടക്കുമ്പോൾ എന്നും പ്രസക്തിയുള്ള ഒരു കാർട്ടൂണിസ്റ്റായിട്ട് മാറുകയാണ്. ഇക്കാലത്തേക്ക് നമ്മൾ വന്നാൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോം സാർ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനെ കുറിച്ചായിരിക്കും ആദ്യം നിങ്ങളെ വെച്ചൊരു കാർട്ടൂൺ വരയ്ക്കാം? മോളി ചേച്ചി, ബോബൻ ചേട്ടൻ പറഞ്ഞോളൂ. വെരി അൺഎക്സ്പെക്റ്റഡ് ആണ് പുള്ളിയുടെ വരകളെല്ലാം. ക്യാരക്ടർ ഫോർമേഷനും ക്യാരക്ടർ ക്രിയേഷനും ഒക്കെ വളരെ ഫ്രം അൺഎക്സ്പെക്റ്റഡ് പൊസിഷനിൽ നിന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊരിക്കലും അത് ഐ ഡോണ്ട് വാണ്ട് ടു കമൻറ്റ് ഓൺ ദിസ്. കാരണം ഞങ്ങളെ തന്നെ കണ്ടുപിടിച്ചത് ഒരു വലിയൊരു സർപ്രൈസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആൻഡ് ലോഡ് ഓഫ് പീപ്പിൾ ദേ. അപ്പം പുള്ളിയുടെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് എങ്ങനെയാണെന്ന് വർക്ക് ചെയ്യുന്നത് സ്റ്റിൽ ഈ ഇത്രയും കാലങ്ങളായിട്ട് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത് ഒരു പുള്ളി മരിക്കുന്നതിന് ഒരു 5 വർഷം മുമ്പാണ് ഞാൻ ആലോചിക്കുന്നത്. ഹൗ ഹി ഗോട്ട് ഇൻ ടു ദിസ്, അതെനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഞങ്ങൾ തമ്മിലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, ഓൾവേസ് ഇസ് ദയർ. പിന്നെ അതിനകത്ത് അമ്മയെ കാണിക്കുന്നുണ്ട്. ഇത് കുട്ടനാട്ടിലെ വീടുകളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മളത് അതിനകത്തായി ജീവിച്ചു പോകുന്നു. പക്ഷേ നമ്മൾ പുറത്ത് പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ ഇതൊരു വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. ഞങ്ങളുടെ നാട്ടുകാർക്ക് എപ്പോഴും കാണുന്നില്ല നമ്മളെ. അപ്പം നമുക്ക് കിട്ടാനോ തല്ലുകളൊക്കെ വീട്ടിൽ നിന്ന് സ്ഥിരമായിട്ട് കിട്ടും.
പുള്ളിയുടെ കാർട്ടൂൺ വഴി എന്തെങ്കിലും കാണിച്ചിട്ട് അതിനും കിട്ടിയിട്ടുണ്ട് നമുക്ക്. അങ്ങനെ ഒരു കുട്ടനാടൻ സ്റ്റൈൽ ലൈഫായിരുന്നു. നിങ്ങൾ ഈ കാർട്ടൂണൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒന്നിച്ചിരുന്നാണോ വായിക്കാം? ചില അതിനു വേണ്ടി ഒരു അടി ഉണ്ടാക്കും ഞങ്ങളുടെ വീട്ടിൽ. ഇത് കിട്ടാനായിട്ട്. അപ്പം അന്ന് നമുക്ക് വേറെ എൻ്റർടൈൻമെൻറ്റ്സ് ഒന്നും ഇല്ലല്ലോ. പക്ഷേ അപ്പോഴും ഇത് ഞങ്ങൾ തന്നെ ആണോ എന്നുള്ളൊരു സംശയമുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്. അതായത് അച്ചാച്ചനെ ഈ പറയുന്ന വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസത്തെ ലാസ്റ്റ് കാർട്ടൂണ് വരച്ച് തീർത്ത് കഴിഞ്ഞപ്പോൾ ആദ്യം വായിക്കാൻ കൊടുക്കുന്നത് അമ്മച്ചിക്കാണ് കൊടുക്കുന്നത്. അമ്മച്ചിക്കാണ് വീട്ടിൽ കൊടുക്കുന്നത്. അമ്മച്ചിക്ക് അന്ന സമയത്ത് ഭയങ്കര വായന, ഭയങ്കര ഇതുപോലത്തെ വായിക്കാൻ വലിയ താല്പര്യമാണ്. അമ്മച്ചിക്ക് ഒരു സ്വഭാവമുണ്ട്. അതായത് ചെറിയ കാര്യം മതി അമ്മച്ചിക്ക് ചിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രകൃതം അമ്മച്ചിക്ക്. അപ്പം ഈ ബോബനുമുള്ളിയിലെ ഓരോ കാർട്ടൂൺ വരയ്ക്കുമ്പം ഭയങ്കര ചിരിയായിരിക്കും. അപ്പോൾ ഈ ചിരി കണ്ടുകൊണ്ടാണ് ഞങ്ങളെല്ലാം കൂടെ ഓടി വരും. അത് ഞങ്ങൾ കൊച്ചു പിള്ളേരാണല്ലോ. അപ്പം അച്ചാച്ചൻ അതൊരു വലിയ ഇൻസ്പിറേഷനാണ്. അച്ഛൻ ഈ ചിരിയുടെ അളവ് നോക്കിയാണ് അച്ഛന് ഇത് വിജയിക്കുകയില്ല. നിങ്ങളെങ്ങനെയാ വീട്ടിലൊരു വായന എങ്ങനെയായിരുന്നു? മോഹൻചാന്റെ വീട്ടിൽ എങ്ങനെയായിരുന്നു? എങ്ങനെ വീട്ടില് ഇത് ഇറങ്ങുമ്പോൾ വീക്കിലി ഇറങ്ങുമ്പോഴത്തേക്ക് എങ്ങനെയായിരുന്നു ഒരു വായന? അതെല്ലാവരും കൂടെ പൊതു വായന? ഇല്ല, വീക്കിലി ബോബനുമുള്ളിയും തീർച്ചയായിട്ടും ഞങ്ങൾ നേരത്തെ എല്ലാം വായിച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആസ്വദിച്ചിട്ടാണല്ലോ ഇത് വരുന്നത്. അത് 2-3 ആഴ്ച, എനിക്കൊന്ന് 3 ആഴ്ചയില്ല, 1 മാസത്തിന് കഴിഞ്ഞിട്ടേ ഈ സംഭവം വരത്തുള്ളൂ. അന്ന് കുസൃതികളാണല്ലോ കൂടുതലും ഉള്ളത്. ആ സമയത്ത് അത്രയും ടൈം വേണം ഇതിന് പ്രിന്റ് ചെയ്യാനും, അത്രയും കോപ്പികളുണ്ടല്ലോ. അപ്പം അത് 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഈ വീക്കിലി പബ്ലിക്കിനിടയിൽ വരത്തുള്ളൂ ഇത്. അപ്പം ഞങ്ങളൊക്കെ നേരത്തെ ഇതെല്ലാം കാണപ്പടം പിടിച്ച് വെച്ചിരിക്കുമല്ലോ. പിന്നെ വേറെ ഒരു സംഭവം വെച്ചാൽ ഈ ക്ലാസ്സിൽ പോകുമ്പോഴത്തേക്ക് ഞാനന്ന് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ ക്ലൈമാക്സിൽ നിൽക്കുന്ന സമയമാണ്. ഈ ബോബനുമുള്ളി എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രായത്തിന് ആ വളർച്ചയിലും എൻ്റെ ക്ലൈമാക്സ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം പിള്ളേർ മുഴുവനെ നമ്മൾ വലിയ കോൺസെൻട്രേറ്റ് ചെയ്താൽ ഇവർക്കൊക്കെ നേരത്തെ അറിയണം ഇതെന്താ വരുന്നെന്നുള്ളത്. അപ്പം ഞാനത് ചിലപ്പോഴൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ ഹീറോ ആകാറുണ്ട് ഇതിനകത്ത്. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വലിയൊരു ഹീറോ ആയിട്ട് തന്നെയാണ് വളർന്നത്. പക്ഷേ നമുക്കൊരു കഴിവില്ലെന്നുള്ള കാര്യം ഇവർക്ക് അറിയുന്നില്ല. നമ്മളൊരു വിധത്തിലും അച്ചാച്ചൻ്റെ കഴിവിനെ ഈ നിഴലായിട്ടാണ് നമ്മളിത് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. എന്നാൽ ഒരു വലിയൊരു ബാധ്യതയായിട്ടും കരുതുക നമ്മളിത് കീപ്പ് ചെയ്യാനായിട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്ന സംഘാടകരോട് ചോദിച്ചു, എത്ര സമയം വരെയാണ്? സമയമുണ്ട്. പണ്ടൊരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചോദിച്ചപ്പോഴേ പുറകിൽ നിന്ന് ഒരാൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, സാറിന് എത്ര സമയം വരെ വേണേലും പ്രസംഗിക്കാം, 1/2 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ പോകും. അപ്പൊ അത് പാടില്ല. എനിക്ക് ഇനി ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് 2 പേർക്കോ അല്ലെങ്കിൽ 3 പേർക്കോ ഒന്ന് പറയാം, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാർട്ടൂൺ ഓർമ്മിക്കുന്നുണ്ടോ? നിങ്ങളെക്കുറിച്ച് വരച്ച ഏറ്റവും രസകരമാണെന്ന്, അല്ലെങ്കിൽ എന്നും ഓർത്തോർത്ത് ചിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് 3 പേർക്കും ഓർമ്മയുള്ളത് ഏതെങ്കിലും ഒരു പറയാൻ പറ്റുമോ? എല്ലാം കാർട്ടൂൺസും ഭയങ്കര രസമാണ്. എനിക്ക് പുള്ളിയുടെ ആ മെയിൻ്റേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അന്നത്തെ അടി ഞാൻ പറഞ്ഞു, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഈ ബോബനും മോളി എന്ന് പറയുന്നത് ശരിക്കും ഞങ്ങൾക്കൊന്നും അറിയത്തില്ലായിരുന്നു അത്രയും ഫേമസ് ആണെന്നൊന്നും. ശരിക്കും മനസ്സിലാക്കുന്ന 50 വർഷമായപ്പം ഡൽഹിയിൽ വെച്ചാണ് 50 വാർഷികമായത്. അത് കഴിഞ്ഞ് 3 ദിവസം ഞങ്ങൾ അവിടെ എല്ലാ കോളനികളും ഞങ്ങളെ വിളിച്ചുകൊണ്ട് പോയപ്പോഴാണ് ശരിക്കും ഞങ്ങൾ ഇത്രയും ഇതൊക്കെ ആണോ. 50 വർഷം കഴിഞ്ഞാണ് ഡൽഹിയിൽ വെച്ചാണ് ടോംസിന് ഞങ്ങൾക്കും അവാർഡ് തരുന്നത്. പ്രസിഡൻ്റായിരുന്നു. അപ്പം അവിടെ കേരള ഹൗസിൽ വെച്ചായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ ഓർക്കുന്നത് ഇത്രയും ഫേമസ് ആണോ എന്നുള്ളതും ഞങ്ങൾക്ക് അന്നേരം മനസ്സിലായെന്ന്. ഇപ്പൊ ഈ നിങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് അറിയാവോ താമസിക്കുന്നിടത്തൊക്കെ? അറിയാം. ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? അല്ല, അതിപ്പം നമുക്ക് ബോബൻ ലീവ്സ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പം 2 പേരുടെ ലാലി പ്ലസ് അലക്സ് എന്ന് എഴുതിയിട്ട് മുകളിൽ ബോബന്റെ പടയം കൊടുത്തു. പിന്നെ വേറൊരു സംഗതിയുണ്ട്. ഞാനൊരു പ്രാവശ്യം ഡൽഹിയിലായിരുന്നപ്പോഴത്തേക്കും അന്ന് മാർക്ക് ടൂൾ ഈയിടെ മരിച്ചു BBC we had a talk in the restaurant. Actually he wanted to meet Toms. പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, the only living cartoon characters in the world. ലിവിങ് എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിലെ വണ്ടിയൊക്കെ ഓടിച്ചോട്ടുണ്ട് കേട്ടോ. യു ക്യാൻ എവിടെ ബ്യൂട്ടിഫിക്കേഷൻ ഉണ്ടോ ലാൻഡ്സ്കേപ്പ് that I am doing that. അപ്പോൾ ആള് ഞാൻ തന്നെ വിചാരിക്കും ഞാൻ തന്നെ ആണോ എന്ന് വിചാരിക്കും. ഏതെങ്കിലും ഓർക്കുന്നുണ്ടോ? അല്ല, ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓരോ കാര്യങ്ങൾ ഞാൻ അഭിപ്രായങ്ങൾ പറയും, ഓരോ പറയും. പക്ഷേ ഞാൻ 1985 ഞാൻ M.Com കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അച്ചാച്ചൻ്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഞാൻ അതുവരെ ബോബനുമുള്ളിയും സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ടിരുന്നു ഞാനൊരു പബ്ലിക്കേഷൻ തുടങ്ങാൻ ഉദ്ദേശിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എടുത്ത് വായിക്കാനോട് ചോദിച്ചു, അത് ഞാൻ ബോബനുമുള്ളി 5 രൂപയിലേക്ക് ഞാൻ വിറ്റോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എടുത്ത് വായിക്ക് പറഞ്ഞു, അതെൻ്റെ ശ്വാസം ഉണ്ടെങ്കിൽ നടക്കത്തില്ല,
ജയമാത്യു കഴിഞ്ഞ ദിവസം വന്നിട്ടും പറഞ്ഞാണ്, മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോലിക്ക് വന്ന് പറഞ്ഞു വിട് എന്ന് വെച്ചാൽ അവരതുപോലെ വലിയ താല്പര്യമുള്ള വ്യക്തികളായിരുന്നു. ഈ ബിസിനസ്സിലേക്ക് കടഞ്ഞ്, അതായത് എന്തുകൊണ്ടോ ഞാനത് 6 മാസം കൊണ്ട് ബിസിനസ്സിൽ കടന്നു. അച്ചാച്ചൻ വിചാരിച്ച പോലെ എതിർത്ത് വന്നാൽ പറയാം, ഞങ്ങൾ തുടങ്ങിയെന്ന് പറയാം. പക്ഷേ അതിന് ശേഷം ബോബനും മോളി എന്നുള്ള വായന എൻ്റെ കയ്യിൽ നിന്ന് ഇല്ലാതെ ഈ തമാശ ബിസിനസ്സിൽ കടന്നു വന്നപ്പോൾ നന്നായിട്ട് വിജയിച്ചൊരു സംഭവമായിട്ട് ആദ്യത്തെ ഒരു 3 ലക്ഷം കോപ്പി 3 ലക്ഷത്തിൽ കൂടുതൽ കോപ്പി ഉണ്ടായിരുന്നത്. അത് ഒത്തിരി പേർക്ക് അസൂയ ഉണ്ടാക്കി. അതുപോലെ വന്നപ്പോഴത്തേക്ക് കേസ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്കത് ഒത്തിരി കുറവ് വന്നു. എന്നാലും ഞങ്ങൾ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടോ മനോരമയ്ക്ക് അത് കുറച്ച് നാളത്തേക്ക് കൊടുത്ത് നിർത്തേണ്ടി വന്നു. ഒരു 3 വർഷം കൊണ്ട് അത് അവരിറക്കിയ സാധനം നിർത്തേണ്ടി വന്നു. എന്നാലും അങ്ങനെ കേസിൻ്റെ കാര്യം ഞാൻ പറയുമ്പോഴത്തേക്ക് ആർക്കും അറിയാൻ പറ്റാത്തൊരു കാര്യം ഉണ്ട്. അത് ഞാൻ പിന്നീട് സംസാരിക്കുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ അതിൻ്റെ. ഞാൻ ആ കേസിന്റെ കാര്യം ഞാൻ ചോദിക്കുമ്പോൾ അത് ചേർത്ത് പറഞ്ഞു. അതായത് അന്ന് ഇത്രയേറെ ആളുകൾ കേരളത്തെ മുഴുവൻ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനോരമയിൽ നിന്ന് അങ്ങ് അത്തരത്തിലുള്ളൊരു നടപടി വരുന്നു. എന്തായിരുന്നു ടോംസിന്റെ ഒരു അന്നത്തെ വീട്ടിലേക്ക് ഒരു അന്തരീക്ഷവും അദ്ദേഹത്തിന്റെ ഒരു എന്തെങ്കിലും തരത്തിലുള്ള അദ്ദേഹം വിഷമിച്ചിരുന്നോ? എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു രീതി? അല്ല, തീർച്ചയായിട്ടും അച്ചാച്ചൻ്റെ കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഈ മാനേജ്മെൻറ്റോ അച്ചാച്ചനോ ഭയങ്കര ക്ലോസ് ആണ്. ഇവർ തമ്മിൽ അങ്ങനെ നല്ല ക്ലോസ് ആണ്. പിന്നെ എങ്ങനെ കേസിലേക്ക് വഴുതി വിടുന്നു പറഞ്ഞാൽ ഇതിന് ഒത്തിരി അടിത്തട്ടിലുള്ള ഒത്തിരി കഥകളുണ്ട് അതിനകത്ത്. നമ്മളത് അസൂയുള്ളവരുണ്ട്, ഒത്തിരി പേരുണ്ട് അതിനകത്ത് ഒരു കഥകൾ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അത് ലോകം അറിഞ്ഞിട്ടില്ല. അത് എന്തോ വഴുതി വീണു. പക്ഷേ അതിനകത്ത് ശേഷം പിന്നെ അതൊരു 2 പേർക്കും അതൊരു ബുദ്ധിമുട്ടായിട്ട് വന്നു. എന്നാൽ തന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇവരൊന്നും ആഗ്രഹിക്കാതെ തന്നെ ഇവരൊന്നും അങ്ങനെ അച്ഛൻ ഇങ്ങനെ ഒരു സംഭവത്തിലോട്ട് വഴുതി വീഴാനായിട്ട് ഇവർ രണ്ടുപേരും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ അത് ദൈവം അനുഗ്രഹിച്ച് അത് നന്നായിട്ട് അത് അവസാനം പരിഹരിച്ച് ഇപ്പം നല്ലൊരു ബന്ധത്തിലാണ് പോകുന്നതും. ഞാൻ വേറൊരു സിനിമയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് അത് പിന്നീട് ഞാൻ പറഞ്ഞോളാം. അത് ഞാനൊന്ന് പറഞ്ഞിട്ട്, ഈ കേസ് നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം എൻ്റെ ഓഫീസിലേക്ക് ടോംസ് വന്നിരുന്നു. അപ്പം ആൾ വളരെ സാഡായിട്ട് തോന്നി. അപ്പം പറഞ്ഞു, കേസൊക്കെ എങ്ങനെ നടക്കുന്നുണ്ടോ, നീ എന്നാ പറയുന്നത്? ഞാൻ എന്നാ പറയാനാ? ഞാൻ പറഞ്ഞു, നമുക്ക് ജയിക്കണം. അങ്ങനെ ജയിക്കാനൊന്നും പറ്റുകയില്ല. എനിക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം ആഫ്റ്റർ ഓൾ ഐ എം എ കാർട്ടൂണിസ്റ്റ്. ഞാൻ മറ്റുള്ളവരുടെ സന്തോഷം കണ്ടാണ് എൻ്റെ മനസ്സെന്നറിയുന്നത്. കേസ് അതിൻ്റെ ഞാൻ തോക്കുകയോ ജയിക്കുകയോ ചെയ്താലും കാർട്ടൂൺ വിൽ ഗോ. അതുകൊണ്ട് നീ പേടിക്കണ്ട, കുറച്ച് നാളത്തേക്കൂടെ എനിക്ക് ലൈഫുണ്ട് കുറച്ച്. ഈ അവസാനം വരെ സാറ് മരിക്കുന്നത് വരെ വരച്ചിരുന്ന ആളാണ്. തീർച്ചയായിട്ടും. എത്ര നാൾ മുമ്പാണ് വര നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നോ ജീവിതത്തിൽ അദ്ദേഹത്തിന്? അച്ചാച്ചൻ പെട്ടെന്ന് ഒരു ദിവസം അബോധാവസ്ഥയിലായിരുന്നു. അച്ഛന് 2 ദിവസം മുമ്പ് വരെ അച്ഛന് ചാരി കിടന്നാണെങ്കിലും ഒരു വരച്ചുകൊണ്ടിരുന്നു എന്നുള്ളത് വളരെ അതില്ലാതെ അച്ഛന് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു അച്ഛൻ. അതുപോലെ അതാണ് പലതും മറന്ന് വരയ്ക്കാനൊക്കെ സാധിച്ചത്. ഈ ടോംസിൻ്റെ ഒരു പ്രത്യേകമായിട്ട് ഞാൻ ഇങ്ങനെ നമ്മളിതിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു കാര്യം, അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു കാർട്ടൂണിസ്റ്റ് മാത്രമല്ലായിരുന്നു, ഒരു പ്രവാചകനായിരുന്നു എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. കാരണം കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ പൊതു രാഷ്ട്രീയത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു ഒന്നാം തരം മീഡിയമായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ട്രോളുകളൊന്നും അതിൻ്റെ ആ ഏഴയിലത്ത് പോലും വരില്ല എന്നുള്ളതാണ്. ഒരു തവണ ടോംസിൻ്റെ അടുക്കൽ ഈ വക്കീലിൻ്റെ അടുക്കൽ ഭാര്യ വന്ന് പറയുന്നുണ്ട്, കല്യാണം വിളിച്ചിട്ടുണ്ട്, അപ്പുറത്തെ ബാബുവേട്ടൻ്റെ കല്യാണം സെപ്റ്റംബർ 13-ാം തീയതിയാണ്, അങ്ങനെ ഒരു ഡേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ കമൻറ്റ്, ഇനിയുള്ള കല്യാണക്കുറികളിൽ എന്നാണ് ഡൈവോഴ്സ് എന്നുകൂടി രേഖപ്പെടുത്തേണ്ടി വരുന്ന കാലമാണ് വരുന്നത്. പക്ഷെ എന്തൊരു ടൈംലിയാണ് നമ്മളിപ്പോൾ ആലോചിക്കുമ്പോൾ പോലും. എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് കാര്യങ്ങൾ. എൻ്റെ ഭാര്യ ഒരു വക്കീലും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എത്ര കാലികമായ, എത്ര വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു കാർട്ടൂണിൽ ഇത് പറയുമ്പോൾ നമ്മൾ ഇന്നും അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈയൊരു അങ്ങേയറ്റത്തെ ധൈര്യം. ഇപ്പോൾ ഞാൻ ഒരുപാട് ചിരിച്ചിട്ടുള്ളൊരു കാർട്ടൂണുണ്ട്. ഈ വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന 67-ലെ EMS മിനിസ്ട്രിയിലെ ഒരു മന്ത്രിയായിരുന്നു, നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ വെല്ലിംഗ്ടണെതിരെ ഒരുപാട് അഴിമതി ആരോപണങ്ങളൊക്കെ വന്ന സമയത്ത് വെല്ലിംഗ്ടൺ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി, എനിക്കിനി മുതൽ എസ്കോർട്ട് വേണ്ട. അപ്പോൾ പിറ്റേ
വരുന്ന ദിവസം അടുത്ത ആഴ്ചത്തെ കാർട്ടൂണിൽ ഇദ്ദേഹം മന്ത്രി ഒരുപാട് കാറുകൾ മുന്നിലും പുറകിലും എസ്കോട്ടോടുകൂടി പോകുന്ന കാർട്ടൂണാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഒരാളെ ചോദിച്ചു, അല്ല മന്ത്രിയല്ലേ പറഞ്ഞത് എസ്കോട്ട് വേണ്ടാന്ന്, പിന്നെന്തിനാ എസ്കോട്ട്? അപ്പോ മറുപടി, മന്ത്രി ഈ കാർ അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എസ്കോട്ടാ. മനസ്സിലായി? അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊക്കെ കുടുകുട ചിരിച്ചു പോകും. നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം കൂടെ വായിച്ചു വരുമ്പോൾ നമ്മൾ ചിരിച്ചിരിച്ച് മണ്ണ് വെക്കും. അത് കാരണം നിയമസഭയിൽ അന്ന് വെല്ലിംഗ്ടണെതിരെയുള്ള വലിയ ആരോപണങ്ങൾ, 67 മിനിസ്ട്രിയിൽ ഈ വെല്ലിംഗ്ടണെതിരെയാണ് ഏറ്റവും വലിയ ആദ്യത്തെ ആരോപണം തുടങ്ങുന്നത്. അങ്ങനെയാണ് ആ മിനിസ്ട്രി തന്നെ തകർന്നു പോകുന്നത്. അപ്പൊ അത്തരത്തിലാണ് അദ്ദേഹം ഓരോ നിലപാടുകൾ എടുത്തിരുന്നതും ഓരോ ആളുകളെ ഭയങ്കരമായ ഒബ്സർവേഷനാണ്. നമ്മൾ ആളുകളെ വരയ്ക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പറഞ്ഞ പട്ടി കൂടെ നടക്കുന്നത് നമ്മൾ ഒരു ദിവസം ഒരിക്കലെങ്കിലും പറയാത്തവരില്ല മലയാളികളിൽ. 3 പേര് ഒരുമിച്ച് നടന്ന പട്ടിയും കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്ന തരത്തിലേക്ക് നമ്മളെ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വര, അതിനാണ് യഥാർത്ഥത്തിൽ നമ്മൾ കയ്യടി കൊടുക്കേണ്ടത്. അതിൽ ഇവരിലൂടെ അതിഭയങ്കരമായി ഇവരും അത് ആസ്വദിച്ചിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ കുടുംബം ആസ്വദിച്ചിരുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. നമുക്കിനി കാലത്തിലേക്ക് വന്നാൽ, ഈ ഒരു സോഷ്യൽ മീഡിയ കാലത്ത് 3 പേരോടും കൂടിയാണ്, എന്തായിരിക്കും ടോം സാർ ഉണ്ടായിരുന്നെങ്കിലുള്ള ഒരു അവസ്ഥ എന്തായിരിക്കും? ചീത്ത കേൾക്കും ഒരുപാട്. വളരെയധികം പുള്ളിക്ക് ഐഡിയാസ് ഉണ്ടായേനെ നമ്മൾ വിചാരിക്കുന്നത്. കാരണം അന്നത്തെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇപ്പോഴും നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. വിത്ത് മീനിങ് ഫുൾ, എല്ലാം മീനിങ് ഫുള്ളാണ്. ആരെയും കളിയാക്കിയാലും വളരെ രസകരമായിട്ട് എടുക്കുക, അങ്ങനെയൊക്കെ ഇപ്പോഴുണ്ട്. ഇപ്പം ഈ ഹൗ കുഡ് യു ഹാവ് ഡൺ ഇറ്റ്? എന്താ മോളി ചേച്ചിക്ക് തോന്നുന്നു ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഈ സോഷ്യൽ മീഡിയയുടെ ബൂമിന്റെ ടൈമില്? പുള്ളി അത് അന്നേ കണ്ടു തന്നെയാണ്. പുള്ളിയുടെ എല്ലാ കാർട്ടൂൺസ് നോക്കിയാൽ ഇപ്പം നടക്കുന്നതൊക്കെ തന്നെ പുള്ളി നേരത്തെ തന്നെ കണ്ട് അതൊരു തമാശ രൂപത്തിൽ കഴിച്ചിട്ടുണ്ടല്ലോ. ബോബനും മോളി ആനിമേറ്റഡ് ആയിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് നിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അല്ല, എൻ്റെതായ ഞാനിപ്പോൾ പറയുമ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞത് എൻ്റെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നൊരു കാര്യമാണ്. അച്ചാച്ചൻ്റെ പ്രവാചകനായിരുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വേറെ ഒരിടത്തും കേൾക്കാത്തൊരു കാര്യമാണ്. അതിവിടെ താങ്കൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, അച്ചാച്ചനെ കിട്ടിയത് വലിയ പ്രതിഫലമെന്ന് അച്ചാച്ചൻ അന്ന് അത് മനസ്സിലാക്കിയില്ലെങ്കിലും അമ്മച്ചി ഒരു കാര്യം എപ്പോഴും പറയുമായിരുന്നു, ആ കൊന്തയും വെന്തിങ്ങയും അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ രക്ഷപ്പെടുന്നത്. അപ്പം അതൊരു വലിയൊരു സത്യം. അതിൻ്റെ പുറകിൽ നമ്മൾ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും തകർക്കാനായിട്ട് പറ്റാത്ത വിധത്തിൽ അച്ഛന് മുന്നേറാനായിട്ട് ഇന്നും പറ്റുന്നുണ്ടെങ്കിൽ, അച്ചാച്ചൻ്റെ യൂട്യൂബിൽ 38 കോടിയോളം വ്യൂസ് കിട്ടുന്നുണ്ട്. അതിനകത്ത് അത്രയ്ക്കും എല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ട്. യൂത്ത് പോലും ഞാൻ ഈ അടുത്ത കാലത്ത് ഓരോരുത്തരും ചോദിക്കുമ്പം അവരെല്ലാവരും അവരുടെ അപ്പനും അമ്മയും പറയുന്ന കേട്ടിട്ട് പലർക്കും ഇതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ട്. അവർക്ക് വലിയൊരു ആരാധന. എന്നെ കാണുമ്പം അവരെല്ലാവരും ഭയങ്കര ബഹുമാനത്തോടെയാണ് കാണുന്നത്. അപ്പം അവരിലൂടെ ഇനിയിപ്പം പല കാര്യങ്ങളും ലോകത്തിന് വേണ്ടി ചെയ്യാനായിട്ട് മോഹൻ മണിക്ക് സാധിക്കും. ഇത് പറയാൻ വേണ്ടി വേറൊരു കാര്യമുണ്ട്. അന്നത്തെ കാലത്ത് ഞാൻ പബ്ലിക്കേഷൻ ഇരിക്കുമ്പോഴത്തേക്ക് TN ശേഷന് ഒരു വലിയൊരു വ്യക്തിത്വമായിരുന്നല്ലോ. അന്ന് വലിയൊരു മാറ്റം കൊണ്ടുവരുന്നുള്ള ഭാരതത്തിൽ അത് ഒരു സങ്കല്പമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ കാണാനായിട്ട് പോയി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഒരു ആശംസ എഴുതി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഈ കഥാപാത്രത്തെ ഒരു നന്മയുടെ വഴികളായിട്ട് ഇതിനെ രൂപപ്പെടുത്തട്ടെ എന്ന് ആശംസിക്കുകയാണ് ചെയ്തത്. അങ്ങനെ നന്മയിലോട്ട് ജനങ്ങളെ വഴി നിർത്തിക്കാൻ വേണ്ടി ഇതിനെ അനുഗ്രഹിക്കുക എന്താ എഴുതിയതിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഇപ്പോഴും അതിൻ്റെ കോപ്പി. അപ്പം അന്ന് എനിക്കത് ഇത്ര തോന്നിയില്ല. അദ്ദേഹത്തിൻ്റെ പഴയ ചരിത്രങ്ങളും വലിയ ഇതൊക്കെ പറഞ്ഞ് ഇതിനെ പ്രശംസിക്കുന്നത് ഞാൻ കരുതിയത്. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനമായിരുന്നു അത്. അതായത് ഈ ക്യാരക്ടർ ഇനിയും വേറൊരു തലത്തിലേക്ക് ഇത് മാറണം. അതിനുവേണ്ടി ഞാനത് പല കാര്യങ്ങളും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതിനകത്ത് ദൈവം ഒരു കാലഘട്ടത്തിൽ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉറച്ച വിശ്വാസം. കേരളത്തിൽ തന്നെ അത് നമ്മുടെ ദൈവത്തിൻ്റെ നാട്ടിൽ തന്നെ ഈ ലോകത്തിനൊരു പ്രകാശമായിട്ട് തീരാനായിട്ട് എനിക്ക് അതിനുള്ള കഴിവ് ദൈവം തരുമെന്നാണ് വിശ്വാസം. അതിന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യണം. പിന്നെ 1971 നിങ്ങൾ ഒരുപക്ഷെ യൂട്യൂബിലൊക്കെ കണ്ടു കാണും, ബോബനും മോളി എന്ന് പറയുന്നൊരു സിനിമ ശശികുമാർ സംവിധാനം ചെയ്തിരുന്നു. അതിൽ നമ്മുടെ അന്നത്തെ പ്രധാന താരങ്ങളുണ്ട്, വിജയശ്രീയും കവിയൂർ പൊന്നമ്മയും പിന്നെ നമ്മുടെ ബഹദൂർ, അടൂർ ബാസി, ഇങ്ങനെയുള്ള കഥാപാത്രം, മധു കഥാപാത്രമായിരുന്നു. അത് നമുക്കറിയാം, അതൊരു വലിയ സക്സസ് ആയിരുന്നില്ല ആ കാലത്ത്. പിന്നീട് എങ്ങനെയാ ഇനി അങ്ങനത്തെ വല്ല പ്രോജക്റ്റ്, സിനിമ, അങ്ങനെ ആലോചനകളുണ്ടോ? അതായത് ഈ കാർട്ടൂൺ ആനിമേഷൻ
പോലും അച്ചാച്ചൻ്റെ വരയുടെ അത്രയും പ്രിൻറ്റിങ് മീഡിയ വരുന്ന അത്ര പോലും ആനിമേഷൻ പോലും വരുന്നില്ല. അതിൻ്റെ ആംഗിളും എല്ലാം ആൾക്കാർ കണ്ടിരിക്കുന്നത് ഈ പേപ്പറിലുള്ള വരയാണല്ലോ, 2D ആണ് കണ്ടിട്ടുള്ളത്. അപ്പം അതിനുശേഷം പ്രിയദർശൻ എന്നോട് കണ്ടപ്പോൾ ഒരു കാര്യം പറയുമായിരുന്നു, ബോബനും മോളി സിനിമ എന്ന് പറഞ്ഞത് എനിക്ക് എടുക്കാൻ പേടിയാണ്, ഭയങ്കര ഇത്രയും പേടിക്കുന്ന സാധനമാണെന്ന് പറഞ്ഞു. അതായത് അതിൻ്റെ മനസ്സിലിപ്പോൾ അച്ചാച്ചനെ ഒരാൾ ഒരു സന്തോഷം വരുമ്പം തകിടം മറിയുന്ന ചാട്ടം ചാടിക്കഴിഞ്ഞ ആ ചാട്ടമൊന്നും ഒരിക്കലും നമുക്ക് സിനിമയിലൊന്നും എടുക്കാനായിട്ട് അതേ രീതിയിലൊന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരിക്കലും ആ കാർട്ടൂണിൻ്റെ കാര്യം 2Dയിലുള്ള സാധനം വേറെ ഒരു മീഡിയയിട്ട് വരുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കുറവുകളൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് തന്നെ ഇതാണ് പ്രതീക്ഷ. പിന്നെ ഇപ്പോഴത്തെ ഒത്തിരി ട്രെൻഡൊക്കെ ഒത്തിരി വേറെ മാറി ഗ്രാഫിക്സിലൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഏതാണ്ട് 90കളിൽ 96 ഒരു ചെമ്മീൻ വ്യവസായി അദ്ദേഹം താല്പര്യത്തോടെ കാശ് മുടക്കി പകുതി ചിത്രീകരിച്ചു. വിജയകുമാറാണ് ഒരു പുതിയൊരു ഡയറക്ടർ നല്ലതായിട്ട് ഇൻട്രസ്റ്റ് എടുത്ത് പകുതിയായി. അദ്ദേഹത്തിൻ്റെ ചെമ്മീൻ്റെ ഫ്ലോപ്പ് വന്നപ്പോഴത്തേക്ക് അത് നിർത്തേണ്ടി വന്നു. അത് രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ അന്ന് കാവ്യമാധവനായിരുന്നു ബോളിയായിട്ട് സെലക്ട് ചെയ്തത്. അന്ന് കാവ്യമാധവൻ അതിനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമായിരുന്നു. ഞാനൊക്കെ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ. എന്നാൽ ഒന്നും അടിയൊന്നും അല്ലല്ലോ അത്. അപ്പോൾ അവർ പിന്നീട് അത് പല സ്ഥലത്തും അത് പറയുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ ചിത്രം ബോബനുമൊഴിയാണെന്നാണ് അവർ പറയുന്നത്. അത് എന്തുകൊണ്ടും അത് ഇറങ്ങാൻ പറ്റിയില്ല, അത് രണ്ടാമത് ഇറങ്ങിയില്ല. പക്ഷേ മൂന്നാമത് എനിക്ക് പുറത്താർക്കും അറിയത്തില്ലാത്തൊരു കാര്യമാണ്, അച്ചാച്ചൻ്റെ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ, ഈ ജനങ്ങളുടെ വിചാരം മുഴുവനും മനോരമ ചെയ്തിട്ട് എന്തോ വലിയ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് അച്ഛനെ പ്രവർത്തിച്ചു എന്നുള്ളത്, അച്ഛനെ മാനസിക വിഷമം ഉണ്ടാക്കിയെന്നോ അച്ഛന് അങ്ങോട്ട് വിഷമം ഉണ്ടാക്കിയെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതൊന്നും അല്ല എന്നുള്ള റിസർച്ച് നടത്തിയ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് കഥകൾ, ഇതിൻ്റെ കറക്റ്റ് കഥകൾ സിനിമയിൽ ഒരു തിരക്കഥ എഴുതി. അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു വികൃതി എന്ന ചിത്രമൊക്കെ തിരക്കഥ എഴുതിയൊരു വലിയൊരു അവാർഡ് കിട്ടിയൊരു തിരക്കഥാകൃത. അദ്ദേഹം അത് വളരെ പ്രസിദ്ധിയായിട്ട് വെച്ചിരിക്കുക. അത് ഒരു ഡയറക്ടർ വായിച്ചിട്ട് വളരെ ഫീലിങ്ങോടുകൂടിയാണ് അദ്ദേഹം അത് അവസാനിപ്പിച്ചത്. പക്ഷേ ഇതിനുള്ള കുഴപ്പം എന്താ വെച്ചാൽ, ഈ ചിത്രം ശരിക്കും മലയാളത്തിൽ വരേണ്ടതാണ്, ഇത്രയും വലിയ കലാകാരൻ്റെ ഒരു ചിത്രം മലയാളത്തിൽ വരേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ അത് പ്രൊഡ്യൂസർമാർ വരുമ്പോഴത്തേക്ക് അത് ഈ മനോരമയിൽ അവരുടെ എന്തെങ്കിലും ഒബ്ജക്റ്റ് ചെയ്യുമോ എന്നൊരു പേടിയാണ്. പക്ഷേ അത് എനിക്ക് ഉറപ്പുണ്ട്, ആ തിരക്കഥ കറക്റ്റായിട്ട് വായിച്ച് നോക്കുകയും അതിനകത്ത് ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ വളരെ നല്ലൊരു ഇമേജാണ് മനോരമയ്ക്കും ടോംസിനും കിട്ടുന്നത്. ഇതിൻ്റെ ബാക്കിയുള്ള കഥകളും കലാകാരൻ്റെ സെൻറ്റിമെൻ്റൽ ഫീലിങ്സും എല്ലാം ജനം ഒന്ന് അറിയേണ്ടതാണ്. അതിനായിട്ട് നമുക്ക് പ്രതീക്ഷിച്ച് കാത്തിരിക്കാമെന്ന് മാത്രമേ എനിക്കിപ്പം പറയാനുള്ളൂ. ഈ മനോരമ പൂർണ്ണമായിട്ടും നമ്മൾക്ക് അത് ഇപ്പം അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഇല്ല. അത് ഓക്കെ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, പേഴ്സണൽ. അപ്പം നമ്മളിങ്ങനെ കല്യാണം ആലോചിക്കുന്ന സമയമുണ്ട്, അപ്പോൾ കുറേ ഇങ്ങനെ നടക്കുക, ഇവരൊക്കെ ഉണ്ട് കൂട്ട്. ഞാനാണ് മൂത്ത്. അപ്പം മൂത്ത ഒരു നാത്തൂൻ വരണ്ടേ, എല്ലാവരും ഭയങ്കര. എനിക്ക് ലോഡ് ഓഫ് എത്ര സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു? 5. ഞാൻ സാറ് കല്യാണക്കാര്യം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇവരോടൊന്ന് പറഞ്ഞാൽ, ടോംസും കുടുംബവും കൂടെ ബോബൻ ഉള്ള സമയത്താണ് ഇവർ വീടന്വേഷിച്ച് പോയി, വാടക വീടന്വേഷിച്ച്. അപ്പോൾ ഈ വാടകയ്ക്ക് കൊണ്ടുപോകാനുള്ള ഒന്ന് പരിചയപ്പെടുത്തണമല്ലോ ഇത് ആരാണ് എന്ന്. അപ്പോൾ അവർ പറഞ്ഞ്, ആ ബോബനും മോളിയില്ലേ അവരുടെ അപ്പനും അമ്മയാ. വീട് തരാൻ പറ്റില്ല, വീട് തരാൻ പറ്റില്ല. ചെറിയ ആളുകളൊന്നല്ല ഇരിക്കുന്നത് അവിടെ പറ്റി മിണ്ടാതിരിക്കുക. ഓക്കെ സാറെ, കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പം ഇങ്ങനെ ബ്രോക്കറിൽ നിന്ന് പലരും പറയുമല്ലോ, അപ്പം ചാലക്കുടിയിൽ നിന്ന് ഞാൻ മാരി ചെയ്തിരിക്കുന്നു. മൈ ബ്യൂട്ടിഫുൾ വൈഫ് ഈസ് ദേ. അപ്പം ഞാനത് ഇപ്പം ബ്രോക്കറാണല്ലോ ചെല്ലുന്നത്. ബ്രോക്കർ എന്ന് പറഞ്ഞ് നല്ല ജോലിയാണ്, വലിയ കാര്യം, അങ്ങനെ ഇങ്ങനെ ആക്കണം. ഒരു കാര്യം ഓർത്തോ, അത് ബോബനുമല്ല. ബോബന് അവനാണോ? അവനെങ്ങനെ ചാലിക്കുടി വന്നു? അങ്ങനെ ഞാൻ ചെന്നു. അപ്പം കണ്ടപ്പോൾ എന്നോട്, നീയാ ബോബനല്ലേ? അപ്പം മോളി ഉണ്ടായിരുന്നു, എല്ലാവരും കണ്ടായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ ആൻഡ് മൈ ഫാദർ സെഡ് മാരി ഹെർ. Father said, marry her. And we are happy, Anna. എൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൽഹിയിൽ വെച്ച് 50ാം വാർഷികത്തിന് വയലാർ സാർ അവാർഡ് തരുന്ന. അപ്പം പിന്നെ മോളിയുടെ ഹസ്ബൻഡ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ആ ഫ്രണ്ടിലിരിക്കുന്ന അഗസ്റ്റിനും കയറി വരാൻ പറഞ്ഞു.
അഗസ്റ്റിന് അറിഞ്ഞോണ്ടാണ് ഈ മോളിയെ കെട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ അഗസ്റ്റിൻ പറഞ്ഞു, ഞാൻ അറിഞ്ഞേ ഇല്ല, അറിഞ്ഞിരുന്നേ ഞാൻ ഓടിയാനെന്ന്. അന്നേ അത്യാവശ്യം ചീത്തപ്പനുണ്ട്. അപ്പോൾ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ബോബനും മോളിയെ അറിഞ്ഞ് ജീവിച്ച കുറേ ആളുകളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഇനി നിങ്ങളിലേക്കാണ് നമ്മളത് കുറച്ചുകൂടെ സമയം തരികയാണ്. ചോദ്യങ്ങൾ ഒരുപാട് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളോട് ചോദിക്കാം, അതിനുശേഷം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കൊടുക്ക ഒന്ന്. ഹലോ. ഈ മൊട്ട എന്നുള്ള കഥാപാത്രം ഫ്രണ്ടായിരുന്നോ ശരിക്കും? ഈ കുട്ടനാട്ടിലെ അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ, അന്നത്തെ ആളുകളെ വെച്ചുകൊണ്ടാണ് ടോംസ് ക്യാരക്ടേഴ്സിനെ ഫോം ചെയ്തിരിക്കുന്നത്. അന്നൊരു ചേടത്തിയുണ്ട്, ഉപ്പായി മാപ്പിളയുണ്ട്, അതൊക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്. മൊട്ട എന്ന് പറഞ്ഞൊരാളെ എവിടുന്നോ പുള്ളി കൊണ്ടുവന്ന എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഒരു ദിവസം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇതിനകത്തൊരു മൊട്ട എന്ന് പറഞ്ഞൊരാൾ വന്നിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ഒരു കാര്യം പറയാനായിട്ട് ആ ആഗ്രഹിക്കുകയാണ്. കഥാപാത്രം ഇവിടെ ഉണ്ട്. അതായത് മൊട്ട എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഇവിടെ ഉണ്ട്. അതായത് ഒരു ചെറിയൊരു കാര്യം. പറഞ്ഞോട്ടെ. അതല്ല, അത് കുട്ടിക്കാലത്ത് എപ്പോഴും മൊട്ടയായിരുന്നു. അപ്പൊ എല്ലാരും മൊട്ടാന്ന് വിളിക്കും. അല്ല, ഈ അച്ചാച്ചന് എൻ്റെ കല്യാണത്തിന് ശേഷം ആദ്യത്തെ കുട്ടി ആണാണെന്നാണെങ്കിൽ ബോബൻ എന്നുള്ള പേരിടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമായിരുന്നു. അതനുസരിച്ച് ദൈവം ആണായിട്ട് തന്നെ എന്നെ സൃഷ്ടിച്ചത്. അത് അങ്ങനെ വന്നു. രണ്ടാമത്തെ കുട്ടി മോളിയാകണമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ അനിയനാണ് ബോസ് വരുന്നത്. അപ്പം പിന്നെ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനായി. പിന്നെ ആൾക്കാർ മുഴുവൻ കാണുന്നവർ ഇവൻ മൊട്ടയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മൂന്നാമത്തെ മോളിയായിട്ട് വന്നു. എല്ലാവരും ബാക്കിയുള്ളവരുടെ പേരുകളെല്ലാം ബോബനും മോളിയും മാത്രം നമുക്ക് നേരിട്ട് മോളിയിൽ നിന്ന് കിട്ടിയതാണ്. ബാക്കിയുള്ള പേരുകളിൽ അമ്മച്ചിയാണ് പേരിടുന്നത്. അത് അമ്മച്ചി പേരിടുമ്പോഴത്തേക്ക് അമ്മച്ചിക്ക് ഒരു പ്രത്യേക സ്വഭാവം ഉള്ളതുകൊണ്ടായിരിക്കാം അമ്മച്ചി എല്ലാവരുടെയും പേരിടുന്നത്. റാണി എന്ന് പറയുന്നത് ഒരു രാജകുമാരി എന്നുള്ള പേര്, പ്രിൻസി, ഒരാളുടെ പേര് പ്രിൻസി എന്നാണ്. വേറൊരാൾ പീറ്റർ, അതും ബൈബിളിലെ വലിയൊരു കഥാപാത്രമാണ്. പിന്നെ റോയി എന്നൊക്കെ പറയുന്നത് ആ ഉന്നത കുലത്തിൻ്റെ ഒരു വലിയൊരു അമ്മച്ചിയുടെ ഒരു താല്പര്യം ഞങ്ങളുടെ ബാക്കിയുള്ള പേരുകളെല്ലാം കാണുന്നുണ്ട്. ഇത് നമ്മൾ ഈ അപ്പി ഹിപ്പിൽ ഈ ബോസേട്ടൻ പറഞ്ഞ പോലെ, പിന്നെ ഭവനേട്ടൻ പറഞ്ഞ പോലെ, ഈ അപ്പി ഹിപ്പിയെ കണ്ടെത്തിയത് ഭയങ്കര രസകരമായ കഥയാണ്. അദ്ദേഹത്തിനോട് ഈ ഹിപ്പി കാലം തുടങ്ങിയപ്പോൾ ടോംസി എന്ന സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു കഥാപാത്രത്തെ വേണം. അപ്പം പറഞ്ഞത് വാന്നും പറഞ്ഞു വിളിച്ചോണ്ട് പോയപ്പോഴത്തേക്കാണ് ഈ ഗിറ്റാറിസ്റ്റിനെ കണ്ടുപിടിക്കുന്നത്. അപ്പം ടോംസ് അതിന് പറയുന്നത്, ഇതെന്ത് മനുഷ്യനാണ് എന്ന് വെച്ചാൽ മുടിയൊക്കെ തോന്നി ഒരു പ്രത്യേക രൂപത്തിൽ നടന്നൊരു മനുഷ്യനാണ് പുള്ളി. എന്നിട്ട് ആ രൂപമൊക്കെ മാറ്റി കുറച്ച് വൃത്തിയാക്കി ആണ് ഈ അപ്പി ഹിപ്പിയെ സൃഷ്ടിച്ചെടുക്കുന്നത്. അതുപോലെ ഒരു കഥ. അതുപോലെ ഉണ്ണിക്കുട്ടൻ വരുന്നത് ഉണ്ട്, അല്ലെ, കൊച്ചുമോനാണ് ഉണ്ണിക്കുട്ടൻ എന്ന മോളിയുടെ മോനാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ആപ്റ്റായിട്ടുള്ള ആളുകളെ ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരുന്ന ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനം. ഓക്കെ, ചോദ്യങ്ങൾ അടുത്ത്. ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിക്കാതിരിക്കാൻ മതി. ഒരു പഴത്തിന്റെ കഥ കൂടെയുണ്ട്. അത് കുട്ടനാടില്ലേ, നമുക്ക് പറമ്പിലൊക്കെ ഒത്തിരി വാഴക്കോലകളൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും ഒരു ദിവസം അമ്മ പറഞ്ഞു, ഇത് നീ അടുത്ത കടയിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടും കൂടെയാണ് പോയത്. അന്ന് എപ്പോഴും നമുക്ക് വിശപ്പാണല്ലോ. അങ്ങനെയാണ് നമ്മൾ ഓരോ പൈസ അങ്ങോട്ട് കൊടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് ഓരോ പഴം തിന്ന് മുഴുവൻ തിന്നില്ലേലും കടയിൽ ചെന്നപ്പം കുറച്ച് മിസ്സിങ്ങായി. പക്ഷേ ടോംസ് അത് വളരെ രസകരമായിട്ട് അതിനകത്ത് അവതരിപ്പിച്ച് ഒത്തിരി പേരുടെ മനസ്സിൽ ഇപ്പോഴും അതുണ്ട്. എന്നെ കാണുമ്പോൾ പലരും ചോദിക്കും, അയ്യോ അത് ഓർക്കുന്നുണ്ട്, ഇത് ഓർക്കുന്നു. ശരിയാണ്, ഞാൻ പറഞ്ഞു അതൊക്കെ ഓർക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ആക്ച്വലി ഹാപ്പൻഡാണ്. ദെൻ അത്രയും മിഷനറി ആയിരുന്നു. ഭയങ്കരമായിട്ട് അബ്സോർവ് ചെയ്യാൻ, പബ്ലിക് ചെയ്യുന്നതും യാത്ര ചെയ്യുന്നതൊക്കെ ഭയങ്കരമായിട്ട് അബ്സോർവ് ചെയ്യുമായിരുന്നു. നമുക്കൊന്നും ഇല്ലാത്തൊരു കഴിവ്. ദാറ്റ് മെയ്ഡ് ഹിം ടോംസ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ചോദ്യം ചിലപ്പോൾ ചോദിക്കേണ്ട കാര്യം, അച്ചാച്ചൻ്റെ മക്കളിൽ ആരെങ്കിലും ഒക്കെ വരയ്ക്കുകയൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവസാനത്തെ ചോദ്യമായിട്ട് വെച്ചിരിക്കാം. അപ്പം പിന്നെ അന്നേരം പറയാം. ഓക്കെ, നിങ്ങളുടെ കഴിഞ്ഞ നമുക്ക് അതിലേക്ക് പോവാം. കൊടുത്തേ മൈക്ക്.
ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലെ മലയാളം അങ്ങനെ വായിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ചേട്ടന്മാരാണ് ഈ കഥകളൊക്കെ പറഞ്ഞ് വായിച്ച് അത് ശരിക്കും പറയുന്നത് നമ്മൾ ആസ്വദിച്ചിരുന്ന വേറെ ആരെങ്കിലും വായിക്കുമ്പോഴാണ്. എന്നിട്ട് അങ്ങനെയാണ് നമ്മളൊക്കെ ആസ്വദിച്ചിരുന്നത്. അപ്പോൾ അതിൽ 2 കഥകൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അതൊക്കെ ശരിക്കും നടന്ന സംഭവമാണോ എന്നറിയാൻ വേണ്ടിയിട്ട്. എനിക്കൊന്ന് ആദ്യത്തെ ഒരു ഇതിലാണെന്ന് തോന്നുന്നു, സ്കൂളിൽ 2 പേരെന്തോ സംസാരിച്ചിട്ട് എന്തോ വികൃതി കാണിച്ചിട്ട് മേശപ്പുറത്ത് കയറ്റി നിർത്തണു. എന്നിട്ട് പരിപാടിയായിരുന്നു. എന്നിട്ട് അത് ശരിക്കുള്ളതാണ്. അത് ശരിക്കും നല്ല നർമ്മരസത്തോടു കൂടി അത് വരച്ച് അത് അവതരിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓൾ സ്റ്റുഡൻസ് സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളെ 2 മേശയുടെ അടിയിൽ ഇരുത്തിയത്, അങ്ങനെ ഒരു അത് ശരിക്കും നടന്നതാണോ? അത് ശരിക്കുള്ള അന്ന് പിന്നെ കാരണം അന്നത്തെ ആ ക്ലാസ് മാഷും നമ്മളെ കുട്ടനാട് അടുത്തുള്ള ആൾ തന്നെ. അപ്പം നിങ്ങളുടെ കുസൃതിയാണ് നിങ്ങൾ ഈ ലോകം മുഴുവൻ കാണിക്കുന്നു എന്നുള്ളത്. അതിൻ്റെയും കിട്ടും 2 അടി. പക്ഷെ അന്നടി കിട്ടിയാൽ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല, പോലെ കിട്ടും. അല്ല, നിങ്ങളത് വളരെ രസകരമായിട്ട് അത് ആ ഒരു മാഷുടെ പറഞ്ഞത് ഓൾ സ്റ്റുഡൻസ് സ്റ്റാൻഡപ്പ് ബെഞ്ചിൻ്റെ അടിയിൽ നിന്ന് എണീറ്റ് നിന്നു, മാഷ് തലകുത്തി വീണു എന്നുള്ള ആ ഒരു നല്ല രസമായിട്ട് തോന്നി. പിന്നെ മാഷ് തലകുത്തി വീണില്ലേ അടി ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഏറ്റവും രസകരമായിട്ടുള്ള വേറെ ഒരെണ്ണം എനിക്ക് ഓർമ്മ വരുന്നത്, ബ്രാഹ്മണർ കൾ ശാപ്പിടും സ്ഥലം. അതൊരു ഇതൊക്കെ ശരിക്കും നടന്നതാണോ? കുറേയൊക്കെ ഉണ്ട്. പിന്നെ ബാക്കി ടോംസിൻ്റെ ഭാവനയും കൂടി ഉണ്ട്. ഇവര് ചേടുത്തി ഒരു ദിവസം പറയുന്നുണ്ട്, നമ്മുടെ പശുവിന് ഒരു മൂക്ക് കയറ് വേണം എന്ന് പറഞ്ഞ് വിടുന്നുണ്ട്. അപ്പോഴത്തേക്കും വളരെ നിഷ്കളങ്കനായിട്ട് ബോബൻ നിന്നിട്ട് അവിടെ നിന്ന് പറയാണ്, 2 മേടിച്ചോളൂ. ചേടുത്തിക്കാവുന്ന അതുകൊണ്ട് പശുവിനെ മേടിക്കാൻ വിടുന്നുണ്ട്, പശുവിനെ നോക്കാൻ വിടാം, നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ, വാല് നിലത്ത് മുട്ടുന്ന പശുവാണെങ്കിൽ നല്ല പശുവാണ് എന്ന് പറഞ്ഞ് വിടും. അപ്പോൾ എല്ലാം നോക്കണം, അതുകൊണ്ട് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വിടുന്നത്. അപ്പോൾ തിരിച്ചു വന്നു. അപ്പോൾ വന്ന ഉടനെ ചോദിക്കുന്നുണ്ട്, വാല് നിലത്ത് മുട്ടുന്ന പശുവാണോ? അപ്പോൾ പറഞ്ഞു ആണ്. അപ്പോൾ വരുന്നുണ്ട്, പശുവിനെ വാങ്ങിച്ചോണ്ട് പിന്നെ വരികയാണ്. വരുന്നൊരു എല്ലും തോലുമായ ഒരു പശുവാണ്. അപ്പം ചോദിക്കും, എവിടെയാടാ വാല് നിലത്ത് മുട്ടുന്നത്? അല്ല, ഞാൻ ചെന്നപ്പോൾ പശു കിടക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞ നിത്യജീവിതത്തിലെ നമ്മുടെ രാഷ്ട്രീയവും മറ്റ് വിമർശനങ്ങളോടൊപ്പം നിത്യജീവിതത്തിലെ കൊച്ചു കൊച്ചു സംഭവങ്ങളെ അതിരൂക്ഷമായി നമ്മളിലേക്ക് എത്തിക്കുകയാണ്. വളരെ രസകരമായി അവിടെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൃത്യമാണ്. അതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് നമ്മൾ കഴിഞ്ഞ സെഷനിലൊക്കെ വേവലാതിപ്പെടുമ്പോൾ അതൊക്കെ കറക്റ്റാണ്. അവിടെ അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചേട്ടത്തി ചേട്ടനെയും ചീത്ത പറയും, ചേട്ടൻ ചേട്ടത്തിയെയും ചീത്ത പറയും. അത്തരത്തിലുള്ളൊരു കൊടുക്കവാങ്ങലിന്റെ ഒരു ഇവരുടെ കുടുംബമാണെങ്കിലും അങ്ങനെയാണ്. വക്കീല് വളരെ രസകരമായിട്ട് വക്കീലാണ് എപ്പോഴും തോറ്റു കൊടുക്കുന്നത്, അല്ലേ? അപ്പൊ അതൊക്കെ ഉണ്ട്, ഇതിന്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറയാം. ഓക്കെ, ചോദ്യങ്ങൾ. ബോബനും മോളിയും സീരീസിലാണെന്നാണ് തോന്നുന്നത്. വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇതുണ്ടായിരുന്നു. അതായത് ഒരു പള്ളിയിൽ കല്യാണം നടക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ അന്ന് തുടങ്ങിയ കാലമാണ്. ഇപ്പോൾ വീഡിയോക്കാരൻ പറയുന്നുണ്ട്, അച്ഛനും പള്ളിയിൽ എന്താ കാര്യം, ഒന്ന് മാറിയേക്ക്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അനുഭവിക്കുന്ന ആ കാലത്ത് ഈ വീഡിയോക്കാരുടെ ഒരു അതിപ്രസരം ധാരാളമായിട്ട് അനുഭവിക്കുന്ന ഒരു കാലത്ത് വന്നൊരു അതേപോലെ തന്നെ ആ സമയത്ത് കുർബാനയുടെ പീഠത്തിൽ കയറുന്ന ഒരുത്തൻ വീഡിയോ എടുക്കുന്ന സീനും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം, ഇപ്പൊ മോഡറേറ്റർ ഞാനൊക്കെ ഇപ്പോ 20, 40, 60 കുറച്ച് കഴിഞ്ഞാൽ 60യുടെ മുകളിലേക്ക് ആ ജനറേഷൻ എത്തി. അപ്പൊ മോഡറേറ്റർ ഏജ് ഞാൻ നോക്കിയിട്ട് 40, 60 തന്നെ ആവുന്നുള്ളൂ. അപ്പൊ ഞാൻ 70s ഇപ്പൊ കുട്ടിയായിരുന്നപ്പോഴാണ് ഞാനിത് വായിക്കുന്നത്. അപ്പൊ എനിക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ചോദ്യം കേട്ടപ്പോൾ ആ മൊട്ട എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞില്ല, മൊട്ട, അപ്പി, ഹിപ്പി, ആ പട്ടി, ഇതൊക്കെ കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങൾ കുട്ടികളുടെ ഒരു അയ്യൻ ആ രീതിയിൽ ഒബ്സർവ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അവസാനമാണ് മൊട്ട പറഞ്ഞ ശേഷമാണ് അപ്പി ഹിപ്പിയുടെ കാര്യം പറയുന്നത്. അപ്പം നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ജനറേഷൻ ഇത് വായിച്ചത് ഡിഫറെൻ്റ് ആണ്. അതേസമയം എനിക്ക് തോന്നുന്നു താങ്കൾ മീഡിയ ആയതുകൊണ്ട് താങ്കൾ അതിൻ്റെ പൊളിറ്റിക്കൽ അതിൻ്റെ വ്യവക്ഷേപങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഇപ്പോൾ കൂടുതൽ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആ ഓരോ ഏജ് അനുസരിച്ചാണ് കണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പം മൊട്ട, അപ്പി, ഹിപ്പി, പിന്നെ സാധാരണ ജീവിതത്തിൽ നിന്ന് വരുന്ന കുറേ ക്യാരക്ടേഴ്സ്, അതിപ്പോൾ പറയാൻ നേരമില്ല. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ബ്യൂട്ടി ആയിരുന്നത്. അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു സീരിയസ്നെസ് ഉണ്ട്.
അതായത് അരവിന്ദന്റെ ചെറിയ മനുഷ്യരും വലിയ രോഗവും എന്ന് പറയുന്നത് ഒരു ഇന്റലക്ച്വൽ പ്ലസ് ഇതുമായിട്ടുള്ള ഒരാണ്. ആ ലെവലിലേക്ക് ഇതിലൂടെ എത്തിച്ചേരുന്നത്. അതാണ് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ തന്നെ ഇത് ഇഷ്ടമായി തീരുന്നത്. പിന്നെ ഓക്കെ, നമ്മൾ അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഞാൻ ചോദിക്കാമെന്ന് നേരത്തെ പറഞ്ഞു തുടങ്ങിയ ചോദ്യം, എങ്ങനെയാണ് നിങ്ങളുടെ കുടുംബത്തിൽ ഇനി വരക്കാറുണ്ടോ, ഇനി നിങ്ങൾ രണ്ടുപേരും വരയ്ക്കുമായിരുന്നു, എന്തെങ്കിലും അത്തരത്തിലുള്ള ഉത്തരം കൂടെ പറഞ്ഞാൽ. ഞങ്ങളും അച്ചാച്ചൻ, ഞങ്ങൾ പിള്ളേർ 6 പേരാണുള്ളത്. അച്ചാച്ചൻ്റെ എന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ടോംസ് ശരിക്ക് ടോംസിന്റെ ചേട്ടൻ അല്ലേ, പീറ്റർ തോമസ്. അതാ പറയാൻ വന്നത്. അതായത് ഞങ്ങളെ സംബന്ധിച്ചോളം എല്ലാവർക്കും കഴിവുകളുണ്ടായിരുന്നു, ആദ്യകാലത്തെല്ലാം കഴിവുണ്ടായിരുന്നു. പലതരത്തിൽ ഡ്രോയിങ്സ് ആണെങ്കിലും എല്ലാം ഭാവനയൊക്കെ ഉണ്ട്. പക്ഷേ അത് അച്ചാച്ചൻ ഒട്ടും പ്രോത്സാഹിപ്പിക്കത്തില്ല. അതായത് അച്ചാച്ചന് ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒത്തിരി കഥകളാണ് ഈ ആർട്ടിസ്റ്റുമാരെ പറ്റി നേരിട്ട് കാണുന്നത്. അപ്പോൾ ഇത് ഉപജീവനമായിട്ട് എടുക്കുന്നതിന് ഒട്ടും അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല. പക്ഷേ അച്ചാച്ചൻ്റെ അത് അച്ചാച്ചൻ വളർന്നത്, അച്ചാച്ചൻ വളർന്നത് മുഴുവനും അച്ചാച്ചൻ്റെ ജ്യേഷ്ഠൻ പീറ്റർ തോമസ് എന്ന് പറയും. അദ്ദേഹം അന്ന് അച്ഛൻ ചെറുപ്പത്തിൽ മുഴുവൻ അച്ഛൻ വായിക്കുന്നത് മുഴുവൻ ശങ്കേഴ്സ് വീക്കിലിയാണ് വായിക്കുന്നത്. അദ്ദേഹം അതിനകത്ത് വരച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. ശങ്കറിൻ്റെ വീക്കിലിയിൽ അന്നത്തെ കാലത്ത് വരച്ചുകൊണ്ടിരുന്നു. മനോരമയിലും നിയമസഭയെ പറ്റിയൊക്കെ വലിയ പ്രമാദമായ കാർട്ടൂണൊക്കെ അദ്ദേഹം വരയ്ക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതം വെച്ചാൽ വളരെ പെർഫെക്ഷനാണ് നോക്കുന്നത്. അതുപോലത്തെ കാർട്ടൂൺ അദ്ദേഹം ഒരു കാർട്ടൂൺ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ച എടുത്ത് അതിൻ്റെ ആംഗിളും ഒക്കെ നോക്കിയേ വരയ്ക്കത്തുള്ളൂ. അച്ചാച്ചൻ അതൊരു വലിയ പ്രചോദനമായിരുന്നു. അദ്ദേഹത്തിന് അത് തുടരാൻ പറ്റിയില്ലെങ്കിൽ പോലും അച്ചാച്ചനത് മറികടന്ന് ചേട്ടനെ മറികടന്ന് ഒരു വലിയൊരു ഫിഗറായിട്ട് വരാനായിട്ട് സാധിച്ചു. അതൊരു വലിയ സംഭവമായിട്ട് പിന്നെ തീർന്നു. ഏതായാലും ആ ഒരു പീറ്റർ തോമസിനെ പേരപ്പനെ ഒരു ഈ സമയത്ത് ഓർക്കേണ്ടത് വലിയൊരു കടമയായിട്ട് എനിക്ക് തോന്നുകയാണ്. തീർച്ചയായിട്ടും. കാരണം CP-ക്കെതിരെ പോലെ ഇത്രയും ശക്തമായ കാർട്ടൂണുകൾ വരച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ ടോംസിൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത്. അന്ന് അതിനിശ്ചിതമായ കാർട്ടൂണുകൾ വരച്ചനാണ്. അതിൽ നിന്ന് ഒരുപക്ഷെ ഈ പറഞ്ഞ പോലെ പ്രചോദനം ഭയങ്കരമായി കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഇവിടെ നടന്ന സെഷനുകളിൽ ഏറ്റവും വലിയ സെഷനാണ് നമ്മുടെ 1.25 മണിക്കൂറായി. ഒരുപാട് ചോദ്യങ്ങളുണ്ടായി, ഇനിയും ചോദിക്കാനുണ്ടെന്നറിയാം. കാരണം ടോംസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല. അപ്പോൾ നിങ്ങൾ 3 പേരും, ഞങ്ങൾ മോളി ചേച്ചിയെ കൂടെ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ വരാൻ പറ്റിയില്ല. അപ്പോൾ ബോബൻ ചേട്ടനും അലക്സ് ചേട്ടനും മോളി ചേച്ചിക്കും ഒപ്പം ഇവരുടെ സ്വന്തം ഇതിനെല്ലാം കൂട്ടുനിന്ന് ഇവരെ ഉൾക്കൊണ്ട 2 പേരും കൂടി ഇരിപ്പുണ്ട്. അവരെ നമ്മളിപ്പോൾ വിളിക്കുന്നുണ്ട് ഇങ്ങോട്ട്. അപ്പോൾ അവർക്കും കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ക്രാഫ്റ്റിൻ്റെ അതിമനോഹരമായ 2 ദിവസങ്ങൾ കൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓരോ വർഷവും കൂടുതൽ ഉജ്ജ്വലമായ ക്രാഫ്റ്റായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുടെ കഠിനാധ്വാനവും ഉറക്കവിളപ്പും ഉണ്ട്. അത് നമ്മൾ ഒരു കാലത്തും മറക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഗംഭീരമായി അടുത്ത വർഷം നമുക്ക് വീണ്ടും കാണാം. ഇവർക്ക് ഒരിക്കൽ കൂടി സ്നേഹം. നന്ദി. താങ്ക് യു.